പേര് ഡോക്ടർ ഡെൽന, ഓറൽ പത്തോളജിസ്റ്റ് ആണ്. അപ്പം നമുക്കിന്ന് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ തവണത്തെ, അതായത് 2020 ഒരു അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ PSC ഇതിനു മുന്നേ നടന്നിരുന്നല്ലോ. ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ആ ക്വസ്റ്റ്യൻസ് കൂടുതൽ നോക്കിയപ്പോൾ കണ്ടത് ഏകദേശം ഒരു 13 ക്വസ്റ്റ്യൻസോളം നമുക്ക് ഓറൽ പത്തോളജി മാത്രം പഠിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. കൂടുതലും കഴിഞ്ഞ തവണത്തെ PSC എക്സാമിന് ചോദിച്ച ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ. അതിൽ ഏകദേശം 13 ക്വസ്റ്റ്യൻസോളം ഓറൽ പത്തോളജി പഠിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ ഓവർലാപ്പ് വരുന്നുണ്ട്, ഓറൽ മെഡിസിൻ വരുന്നുണ്ട്, മൈക്രോബയോളജി, പത്തോളജി ഒക്കെ വരുന്നുണ്ടെങ്കിലും ഓറൽ പത്തോളജി മാത്രം പഠിച്ചാലും നമുക്ക് ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു 13 ക്വസ്റ്റ്യൻസോളം കണ്ടു. അപ്പം ഓറൽ പത്തോളജിയുടെ വെയിറ്റേജ് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഓറൽ പത്തോളജി പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. കൂടുതലും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ പഠിക്കുക. എല്ലാവർക്കും അറിയാം ഓറൽ പത്തോളജി കുറച്ച് വോൾട്ടൈൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പഠിക്കുക, റിവൈസ് ചെയ്യുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. കഴിഞ്ഞ തവണ PSCക്ക് ചോദിച്ചതും പിന്നെ ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ഡിസ്കഷനുമായിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇത് 2020 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Interstitial glossitis is a feature of primary syphilis, secondary syphilis, tertiary syphilis and congenital syphilis. അപ്പോൾ സിഫിലിസ് എല്ലാവർക്കും അറിയാം, അതിന്റെ ഫീച്ചേഴ്സ് അറിയാം. പക്ഷെ ഓരോ സിഫിലിസിലും ഓറൽ ലീഷൻ ഡിഫറെന്റ് ആണ് അല്ലേ? അപ്പൊ ഈ ഓരോ സിഫിലിസിലും ഏതൊക്കെ ഓറൽ ലീഷൻ ആണ് കാണുന്നതെന്ന് അറിഞ്ഞാൽ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ആൻസർ ഏതാണ്? ആൻസർ സി, ടെർഷ്യറി സിഫിലിസ്. അപ്പൊ നമുക്ക് ഓരോ സിഫിലിസ്, ഓരോ ടൈപ്പ് ഓഫ് സിഫിലിസിലും കാണുന്ന ഓറൽ ലീഷൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ സിഫിലിസിന്റെ വേറൊരു പേരാണ് ല്യൂസ് അല്ലേ? ഇപ്പൊ സിഫിലിസ് എന്താണ്? ഇറ്റ് ഇസ് ആൻ ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ സ്പൈറോകിറ്റ്സ്. അത് ഏത് ഓർഗാനിസമാണ് ഉണ്ടാക്കുന്നത്? ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്ന സ്പൈറോകിറ്റ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ ആണ് സിഫിലിസ് അല്ലെ? അത് ഒരു ഗ്രാം പോസിറ്റീവ് മോട്ടൈൽ മൈക്രോ എയറോഫിലിക് സ്പൈറോകിറ്റ് ആണ്. അപ്പൊ എത്ര ടൈപ്പ് സിഫിലിസ് ഉണ്ട്? മെയിൻ ആയിട്ട് സിഫിലിസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു: അക്വയർഡ് സിഫിലിസ് ആൻഡ് കൺജനിറ്റൽ സിഫിലിസ്. അക്വയർഡ് സിഫിലിസ് നമുക്ക് എന്താണെന്ന് അറിയാം, ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അപ്പോൾ ഒരു ഇൻഫെക്ഷ്യസ് പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അല്ലെങ്കിൽ സെക്ഷലി കോണ്ടാക്ട് വരുമ്പോഴാണ് അക്വയർഡ് സിഫിലിസ് ഉണ്ടാകുന്നത്. അക്വയർഡ് സിഫിലിസിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: പ്രൈമറി സിഫിലിസ്, സെക്കൻഡറി സിഫിലിസ് ആൻഡ് ടെർഷ്യറി സിഫിലിസ്. ആൻഡ് കൺജനിറ്റൽ സിഫിലിസ് എന്താണെന്ന് അറിയാലോ അല്ലെ? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മദറിന് ഉണ്ടാകുന്ന ബേബിക്ക് ഉണ്ടാകുന്ന സിഫിലിസിനെയാണ് നമ്മൾ കൺജനിറ്റൽ സിഫിലിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ സിഫിലിസിലും, പ്രൈമറി സിഫിലിസിലും സെക്കൻഡറി സിഫിലിസിലും ടെർഷ്യറി സിഫിലിസിലും കാണുന്ന ഓറൽ ലീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ വേറെ ജനറൽ ഫീച്ചേഴ്സ് ഒന്നും പറയുന്നില്ല, ഓറൽ ലീഷൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം അല്ലെ? പ്രൈമറി സിഫിലിസിന്റെ ഓറൽ ലീഷന്റെ പേരാണ് ഷാങ്കർ. ഷാങ്കർ എവിടെയാണ് ഉണ്ടാകുന്നത്? അറ്റ് ദ സൈറ്റ് ഓഫ് ഇനോക്കുലേഷൻ. ഏത് സൈറ്റിലാണ് ഓർഗാനിസം എൻട്രി നടത്തിയത് ആ സൈറ്റ് ഓഫ് ഇനോക്കുലേഷനിലാണ് ഷാങ്കർ ഉണ്ടാവുന്നത്. ആൻഡ് ഷാങ്കറിന്റെ ക്ലിനിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആൻ എലിവേറ്റഡ് അൾസറേറ്റഡ് നോഡ്യൂൾ ആൻഡ് ഷോസ് ലോക്കൽ ഇൻഡ്യൂറേഷൻ ആൻഡ് പ്രൊഡ്യൂസിങ് റീജിയണൽ ലിംഫഡിനൈറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, ഇതൊരു ഷാങ്കറിന്റെ ഇമേജ് ആണ് കേട്ടോ. കാണിച്ചു തരാം. കണ്ടോ, ഒരു ഇലവേറ്റഡ് അൾസറേറ്റഡ് നോഡ്യൂൾ ആണ് കാണുന്നത്. അത് ഇൻഡ്യൂറേറ്റഡ് ആയിരിക്കും, ലോക്കൽ ലിംഫഡിനൈറ്റിസ് ഉണ്ടായിരിക്കും, റീജിയണൽ ലിംഫഡിനൈറ്റിസും ഉണ്ടായിരിക്കും. അങ്ങനെ പ്രൈമറി സിഫിലിസിൽ കാണുന്ന ഓറൽ ലീഷൻ അല്ലെങ്കിൽ പ്രൈമറി സിഫിലിസിൽ കാണുന്ന ലീഷനാണ്. ഓറൽ തന്നെ ആവണമെന്നില്ല, സൈറ്റ് ഓഫ് ഇനോക്കുലേഷൻ എവിടെയാണെങ്കിലും അവിടെ കാണുന്ന ലീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഷാങ്കർ. ഇറ്റ് ഇസ് ആൻ ഇലവേറ്റഡ് അൾസറേറ്റഡ് നോഡ്യൂൾ. ഓക്കെ, നമുക്ക് സെക്കൻഡറി സിഫിലിസിലേക്ക് പോവാം അല്ലെ? സെക്കൻഡറി സിഫിലിസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരു 6 weeks ആഫ്റ്റർ പ്രൈമറി ലീഷൻ കഴിയുമ്പോൾ, ഒരു 6 weeks, ഒരു 1.5 months ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്ന സിഫിലിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി സിഫിലിസ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡറി സിഫിലിസിന്റെ വേറൊരു പേരാണ് മെറ്റാസ്റ്റാറ്റിക് സ്റ്റേജ്. മെറ്റാസ്റ്റാറ്റിക് സ്റ്റേജ് എന്നും പറയൂ കേട്ടോ. ഓക്കെ, അപ്പം മെറ്റാസ്റ്റാറ്റിക് സ്റ്റേജിന്റെ അല്ലെങ്കിൽ സെക്കൻഡറി സിഫിലിസിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഓറൽ ലീഷൻ എന്താണ്, അല്ലെങ്കിൽ സ്കിൻ ലീഷൻ എന്താണ്? ഇറ്റ് ഇസ് mucus patches. Mucus patches എന്ന് വെച്ചാൽ എന്താണ്? They are multiple painless grayish white plaques overlying an ulcerated surface. Ulcerated surfaceന് മുകളിലുള്ള മൾട്ടിപ്പിൾ പെയിൻലെസ് ഗ്രേയിഷ് വൈറ്റ് ആയിട്ടുള്ള പ്ലാക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂക്കസ് പാച്ചസ്. കണ്ടോ, ഈ പടത്തിൽ നമുക്ക് കാണാൻ പറ്റും. അൾസറേറ്റഡ് ലീഷൻസിന് മുകളിൽ കാണുന്ന ഗ്രേയിഷ് വൈറ്റ് പ്ലാക്സിനെയാണ് നമ്മൾ പറയുന്നത് മ്യൂക്കസ് പാച്ചസ്. ആൻഡ് മ്യൂക്കസ് പാച്ചസിന്റെ കണ്ടിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ ലൈക്ക് അപ്പിയറൻസ് നമ്മൾ പറയാറുണ്ട് കേട്ടോ. ടിഷ്യൂ പേപ്പർ ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും മ്യൂക്കസ് പാച്ചസിന്. ഇനി നമുക്ക്
ടെറിഷറി സിഫിലിസിനെ നോക്കാം. ടെറിഷറി സിഫിലിസിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ലേറ്റ് സിഫിലിസ്. അത് സെക്കൻഡറി ലീഷൻ വന്ന് അത് ഹീലായി ഒരു 1 to 30 years ഒക്കെ കഴിഞ്ഞിട്ടാണ് ടെറിഷറി ലീഷൻസ് സാധാരണയായിട്ട് വരാറ്. അതിന് പറയുന്ന വേറെ പേരാണ് ലേറ്റ് സിഫിലിസ്. അതിന്റെ ക്ലാസിക് ലീഷൻ ഏതാണ്? ഗമ്മ. എല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ. അപ്പൊ ക്ലാസിക് ലീഷൻ ഓഫ് ടെറിഷറി സിഫിലിസ് എന്താണ്? ഇറ്റ് ഈസ് ഗമ്മ. ഗമ്മ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ്സ് എ ഫിർം നോഡുലാർ മാസ് ഇൻ ദ ടിഷ്യൂ വിച്ച് മേ സബ്സീക്വന്റ്ലി അൾസറേറ്റ് to form a deep painless ulcer. And ഗമ്മ എന്ന് പറയുന്ന സ്റ്റേജ് പെയിൻലെസ് ആണ്, ഒരു ഡീപ്പ് പെയിൻലെസ് അൾസർ ആണ്. ആദ്യം ഒരു നൊഡ്യൂൾസ് ഉണ്ടാകും, ഒരു ഫേം നൊഡ്യൂൾ ഉണ്ടാവും. ആ നൊഡ്യൂൾ അൾസറേറ്റ് ചെയ്തിട്ട് ഒരു ഡീപ്പ് അൾസർ, ഒരു പെയിൻലെസ് അൾസർ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗമ്മ. ആൻഡ് ടെർഷ്യറി സിഫിലിസിൽ ഓറൽ ക്യാവിറ്റിയിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് കാണുന്ന വേറൊരു ലീഷൻ കൂടെ ഉണ്ട്, അട്രോപിക് ഓർ ഇന്റർസ്റ്റീഷ്യൽ ഗ്ലോസൈറ്റിസ്. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഇന്റർസ്റ്റീഷ്യൽ ഗ്ലോസൈറ്റിസ് സീൻ ഇൻ ടെർഷ്യറി സിഫിലിസ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഗമ്മയുടെ പടം. കണ്ടോ, ഒരു നോഡുലാർ മാസ്, ആ നോഡുലാർ ഒരു ഫേം നോഡുലാർ മാസ് ആയിരുന്നു. അത് അൾസറേറ്റ് ചെയ്ത് ഡീപ്പ് പെയിൻലെസ് അൾസർ ആട്ടോ ഉണ്ടാകുന്നത്. ഇത് ചിലപ്പോൾ പെർഫറേഷൻസ് ഒക്കെ ഉണ്ടാക്കും. മോസ്റ്റ് ഓഫ് ദ കേസസിലും ഈ ഗമ്മ പെർഫറേഷൻസ് ഉണ്ടാക്കും. പക്ഷെ ഇതൊരു പെയിൻലെസ് ലീഷനാണ്. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പ്രൈമറി ലീഷനും സെക്കൻഡറി ലീഷനും, അതായത് ഷാങ്കർ ആൻഡ് മ്യൂക്കസ് പാച്ചസ് ആർ വെരി വെരി ഇൻഫെക്ഷ്യസ്. അത് ഭയങ്കര ഇൻഫെക്ഷ്യസ് ആണ്. ഇറ്റ് ഇസ് കണ്ടാമിനേറ്റഡ് വിത്ത് ട്രിപ്പോണിമ പാലിഡം. അത് നിറയെ നമ്മുടെ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് കോണ്ടാക്ട് വരുന്നവർക്ക് പിന്നെയും ആ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി നമ്മൾ കൺജനിറ്റൽ സിഫിലിസിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് സിഫിലിസ് ഉള്ള എല്ലാ അമ്മമാർക്കും ജനിക്കുന്ന കുട്ടികൾക്ക് സിഫിലിസ് ഉണ്ടാവണമെന്നില്ല. അതിൽ 1/3 അമ്മമാർക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്കായിരിക്കും സിഫിലിസ് ഉണ്ടാവുക. 1/3 സ്റ്റിൽ ബർത്ത് ആയിരിക്കും. ആൻഡ് 1/3 ഡിസീസ് ഇല്ലാതെ ഉണ്ടാവും. അതായത് 1/3 സ്റ്റിൽ ബർത്തോ അബോഷനോ ഒക്കെ ആയി പോവാം. ആൻഡ് 1/3 അമ്മമാർക്ക് മാത്രമേ സിഫിലിസ് ഉള്ള കുട്ടികൾ ഉണ്ടാവുന്നുള്ളൂ. ആൻഡ് കൺജനിറ്റൽ സിഫിലിസ് എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ PDR ചെയ്തിട്ട് പെൻസിലിനൊക്കെ കൊടുക്കാറുണ്ടല്ലേ. ഓക്കെ, അപ്പം അതിന്റെ കൺജനിറ്റൽ സിഫിലിസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഹച്ചിൻസൺസ് ട്രയാഡ്. അതിന്റെ പാത്തോഗ്നോമോണിക് ഫീച്ചർ ആണ് കേട്ടോ. ഹച്ചിൻസൺ ട്രയാഡിൽ എന്തൊക്കെയാണുള്ളത്? ഹൈപ്പോപ്ലാസി ഓഫ് ദി ഇൻസൈസേഴ്സ് ആൻഡ് മോളാർ ടീത്ത് അല്ലെ. ഇൻസൈസേഴ്സിന്റെ മോളാറിന്റെ ഹൈപ്പോപ്ലാസിയ. അത് ഏതൊക്കെയാണ്? ഹച്ചിൻസൺ ഇൻസൈസേഴ്സ് ആൻഡ് മൾബറി മോളാസ് എന്ന് നമ്മൾ പറയില്ലേ. അത് ഹച്ചിൻസൺ ഇൻസൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രൂ ഡ്രൈവർ ഷേപ്ഡ് ഇൻസൈസേഴ്സിനെയാണ് നമ്മൾ ഹച്ചിൻസൺ ഇൻസൈസേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അതിനൊരു സെൻട്രലിൽ ഒരു നോച്ചും ഉണ്ടായിരിക്കും. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു നോർമൽ ടൂത്തിന് സെർവിക്കലി ആയിരിക്കും കൺസ്ട്രക്ഷൻ അല്ലേ. ഇവിടെ സെർവിക്കൽ വിഡ്ത്തിനേക്കാളും കുറവ് വിഡ്ത്ത് എവിടെയായിരിക്കും? ഇൻസൈസൽ എഡ്ജിലായിരിക്കും. ആ നോർമൽ സെർവിക്കൽ കൺസ്ട്രക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ടീത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഹച്ചിൻസൺ ഇൻസൈസർ. ആൻഡ് മൾബറി മോളാസ്. ഇതുണ്ടോ, മൾട്ടിപ്പിൾ ലൊബ്യൂൾസ് അല്ലെ ഗ്ലോബ്യൂൾസ് ഉള്ള മോളാർ. കണ്ടാൽ ഒരു മൾബറി പോലെ ഇരിക്കും. അങ്ങനെയുള്ള മോളാസിനെ നമ്മൾ പറയുന്ന പേരാണ് മൾബറി മോളാർ. ആൻഡ് ഇതിനെ മൂൺസ് മോളാസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഈ മൾബറി മോളാർ അല്ലെങ്കിൽ മൂൺസ് മോളാർ കാണുന്ന ഏത് കണ്ടീഷനിലാണ്? ഇതും കൺജനിറ്റൽ സിഫിലിസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. അപ്പൊ ഹച്ചിൻസൺ ട്രയാഡിൽ ഒരെണ്ണമാണ് ഈ ഹൈപ്പോപ്ലാസി ഓഫ് ദി ഇൻസൈസേഴ്സ് ആൻഡ് മോളാസ്. ബാക്കി 2 കണ്ടീഷൻസ് ഏതൊക്കെയാണ്? 8th nerve deafness ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ കെരറ്റൈറ്റിസ്. ഈ 3 ഫീച്ചേഴ്സും കൂടി വരുന്ന ട്രയാഡിനെയാണ് നമ്മൾ പറയുന്നത് ഹച്ചിൻസൺ ട്രയാഡ്. ആൻഡ് ഹച്ചിൻസൺസ് ട്രയാഡ് ഈസ് ദി പാത്തോഗ്നോമോണിക് ഫീച്ചർ ഓഫ് ദി കൺജനിറ്റൽ സിഫിലിസ്. ഓക്കെ, ഇനി നമ്മൾക്ക് സിഫിലിസുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസും കൂടെ ഞാൻ പറയുവാണ്. ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോണില്ല. കോണ്ടൈലോമേറ്റ ലേറ്റ. കോണ്ടൈലോമേറ്റ ലേറ്റ എന്താണ്? അത് വാർഡ് ലൈക്ക് ലീഷൻ സീൻ ഇൻ ദി സെക്കൻഡറി സിഫിലിസ്. സെക്കൻഡറി സിഫിലിസിൽ കാണപ്പെടുന്ന വാർഡ് ലൈക്ക് ലീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടൈലോമേറ്റ ലേറ്റ. അപ്പൊ കോണ്ടൈലോമ അക്യുമിനേറ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. കോണ്ടൈലോമ അക്യുമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ജെനിറ്റൽ വാർഡ്. അത് HPV ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് കോണ്ടൈലോമ അക്യുമിനേറ്റം. കോണ്ടൈലോമേറ്റ ലേറ്റ എന്താണ്? അത് മോയിസ്റ്റ് വാർഡ് ലൈക്ക് ലീഷൻ സീൻ ഇൻ സെക്കൻഡറി സിഫിലിസ്. ഓക്കെ, എനോജെനിറ്റൽ ഏരിയയിലും ഓറൽ ക്യാവിറ്റിയിലും ഒക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. ഗ്രേ ഓർ വൈറ്റ്, ഇറ്റ് ക്യാൻ ബി പെയിൻഫുൾ. ഗ്രേ ഓർ വൈറ്റ് ലീഷൻസ് ആയിരിക്കും, പെയിൻഫുൾ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് ഹൈലി ഇൻഫെക്ഷ്യസ്. ഇതും ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ലീഷനാണ്. സെക്കൻഡറി സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഹൈലി ഇൻഫെക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു മ്യൂക്കസ് പാച്ചസും ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ലീഷനാണ് അല്ലെ. അതേപോലെ തന്നെ സെക്കൻഡറി സിഫിലിസിൽ കാണുന്ന കോണ്ടൈലോമേറ്റ ലേറ്റയും ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വാർഡ് ലൈക്ക് ലീഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? ല്യൂസ് മാലിഗ്ന. ല്യൂസ് മാലിഗ്ന എന്ന് കേട്ടിട്ടുണ്ടോ? ല്യൂസ് മാലിഗ്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്രസീവ് ഫോം ഓഫ് സെക്കൻഡറി സിഫിലിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ലൂസ് മാലിഗ്ന, ഇത് നിങ്ങൾ വേർഡ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. ലൂസ് മാലിഗ്ന എന്ന് വെച്ചാൽ ഇറ്റ്സ് കണ്ടീഷൻ അസോസിയേറ്റഡ് വിത്ത് സെക്കൻഡറി സിഫിലിസ്, ദാറ്റ് ഈസ് അഗ്രസീവ് ഫോം ഓഫ് സെക്കൻഡറി സിഫിലിസിനെയാണ് നമ്മൾ ലൂസ് മാലിഗ്ന എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ സിവിയർ അൾസറേഷൻ ആൻഡ് പസ്റ്റ്യൂൾസ്. ഓക്കെ, ആൻഡ് യൂഷ്വലി ഇത് കാണുന്നത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിലാണ്. HIV പേഷ്യൻസിലൊക്കെയാണ് ലൂസ് മാലിഗ്ന കാണുന്നത്. കണ്ടോ, ഇതാണ് ലൂസ് മാലിഗ്നയുടെ ഒരു ഇമേജ്. ഇനി സിഫിലിറ്റിക് ഗ്ലോസൈറ്റിസ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഇൻഡസ്ട്രീഷ്യൽ ഗ്ലോസൈറ്റിസ്. അത് സിഫിലിസ് ഉള്ള പേഷ്യൻസിന് ഈ സ്നെയിൽ ട്രാക്ക് അൾസേഴ്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ ഗ്ലോസൈറ്റിസ് വരുന്ന കണ്ടീഷനെയാണ് സിഫിലിറ്റിക് ഗ്ലോസൈറ്റിസ് എന്ന് പറയുന്നത്. മസ്കുലാർ ടങ് മസ്കുലേഷന്റെ അട്രോഫി ഒക്കെ ഉണ്ടാവും കേട്ടോ ഈ കണ്ടീഷനിൽ. ഹൈപ്പർ കെരാറ്റോസിസ് ഉണ്ടാവും. ആൻഡ് സിഫിലിറ്റിക് ഗ്ലോസൈറ്റിസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ് ഇസ് എ പ്രീ ക്യാൻസറസ് ലീഷൻ. അതൊരു പ്രീ ക്യാൻസറസ് ആണ്, അതിന് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ് ലീഷൻ എന്നല്ലേ. സിഫിലിറ്റിക് ഗ്ലോസൈറ്റിസ് ഒരു പ്രീ ക്യാൻസറസ് ലീഷൻ ആണ്, അതിന് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ഇറ്റ് ഇസ് എക്സ്ക്ലൂസീവ്ലി സീൻ ഇൻ മെയിൽസ്. മെയിൽസിലാണ് സിഫിലിറ്റിക് ഗ്ലോസൈറ്റിസ് എക്സ്ക്ലൂസീവ് ആയിട്ട് കാണുന്നത് കേട്ടോ, സാധാരണ അത് ഫീമെയിൽസിൽ കാണാറില്ല. ഇനി ഹെക്സൈമർ റിയാക്ഷൻ എന്താ? ജാരിഷ് ഹെക്സൈമർ റിയാക്ഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അതെന്താണ്? ഇറ്റ് ഇസ് ട്രാൻസിയന്റ് ഫ്ലൂ ലൈക്ക് റിയാക്ഷൻ ദാറ്റ് ക്യാൻ ഒക്കർ ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ഫോർ സ്പൈറോകിറ്റൽ ഇൻഫെക്ഷൻസ്. അപ്പൊ സിഫിലിസിന് മാത്രമല്ല, ഇനി സ്പൈറോകിറ്റ്സ് ഇൻഫെക്ഷനിലും നമ്മൾ ആന്റിബയോട്ടിക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഫ്ലൂ ലൈക്ക് സിൻഡ്രോമിനെ, ഫ്ലൂ ലൈക്ക് സിംറ്റംസിനെയാണ് നമ്മൾ ഹെക്സൈമർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? അത് ഓർഗാനിസംസ് ഡെഡ് ആയിട്ട് അതിനുണ്ടാകുന്ന ഇമ്മ്യൂൺ റിയാക്ഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത് കേട്ടോ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹെക്സൈമർ റിയാക്ഷൻ. അപ്പൊ നിങ്ങൾ സിഫിലിസിൽ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, സിഫിലിസിന്റെ ടൈപ്സ് അറിഞ്ഞിരിക്കുക, ഓരോ ഡിഫറെന്റ് ടൈപ്സിലും കാണുന്ന ഓറൽ ലീഷൻ ഡിഫറെന്റ് ആണ്, അതെല്ലാം അറിഞ്ഞിരിക്കുക. പിന്നെ ഈ ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്യൂമർ ഈസ് നോൺ ആസ് ദി 2/3 ട്യൂമർ? 2/3 ട്യൂമർ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും കേട്ടിട്ടുണ്ടോ? 2/3 ട്യൂമർ ഏതൊക്കെയാണ് ഓപ്ഷൻസ്? അമിലോബ്ലാസ്റ്റോമ, AOT, OKC ആൻഡ് സിമെന്റോബ്ലാസ്റ്റോമ. ഇതിനകത്ത് ഏതാണ് 2/3 ട്യൂമർ? എന്തുകൊണ്ടാണ് ആ ട്യൂമറിനെ 2/3 ട്യൂമർ എന്ന് വിളിക്കുന്നത്? അറിയോ? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഇറ്റ് ഈസ് ആൻസർ B, അഡിനോമറ്റോയിഡ് ഒഡന്റോജനിക് ട്യൂമർ. അതിനെയാണ് നമ്മൾ 2/3 ട്യൂമർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയില്ലേ? അമിലോബ്ലാസ്റ്റോമ ഏതാണ്? ഇറ്റ് ഈസ് ദി സെക്കൻഡ് മോസ്റ്റ് കോമൺ ഒഡന്റോജനിക് നിയോപ്ലാസം. സെക്കൻഡ് മോസ്റ്റ് കോമൺ ഒഡന്റോജനിക് നിയോപ്ലാസം ആണ് അമിലോബ്ലാസ്റ്റോമ. അപ്പൊ മോസ്റ്റ് കോമൺ ഒഡന്റോജനിക് നിയോപ്ലാസം ഏതാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന അമിലോബ്ലാസ്റ്റോമയാണ് അല്ലേ. അപ്പൊ വന്നിട്ട് അമിലോബ്ലാസ്റ്റോമയാണ് സെക്കൻഡ് മോസ്റ്റ് കോമൺ ഒഡന്റോജനിക് നിയോപ്ലാസം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത് അല്ലേ. അപ്പൊ മോസ്റ്റ് കോമൺ ഒഡന്റോജനിക് നിയോപ്ലാസം ഏതാണ്? ഇറ്റ് ഈസ് ഒഡന്റോം. ഒഡന്റോമയാണ് മോസ്റ്റ് കോമൺ ഒഡന്റോജനിക് നിയോപ്ലാസം. ആൻഡ് സെക്കൻഡ് മോസ്റ്റ് കോമൺ ഒഡന്റോജനിക് നിയോപ്ലാസം ആണ് നമ്മുടെ അമിലോബ്ലാസ്റ്റോം അല്ലേ. ഈ സിമെന്റോബ്ലാസ്റ്റോമ എന്താണ്? സിമെന്റോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദി ട്രൂ നിയോപ്ലാസം ഓഫ് ദി ഫങ്ഷണൽ സിമെന്റോബ്ലാസ്റ്റ്. സിമെന്റോബ്ലാസ്റ്റിൽ നിന്നുണ്ടാകുന്ന ട്രൂ നിയോപ്ലാസ്റ്റിനെയാണ് നമ്മൾ സിമെന്റോബ്ലാസ്റ്റോമ എന്ന് പറയുന്നത്. OKC ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ചിലപ്പോൾ അവർ സിസ്റ്റ് ആക്കും, ചിലപ്പോൾ അവർ ട്യൂമർ ആവും. 2022 അപ്ഡേറ്റ് അനുസരിച്ച് OKC സ്റ്റിൽ സിസ്റ്റിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതായത് പുതിയ ക്ലാസിഫിക്കേഷൻ 2022 WHO പുതിയ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒഡന്റോജനിക് ട്യൂമറിന്റെയും സിസ്റ്റിന്റെയും ഒക്കെ. അപ്പൊ നിങ്ങൾ ഒഡന്റോജനിക് ട്യൂമേഴ്സിന് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. അപ്പൊ ഞാനിത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അതായത് ബിനൈൻ എപ്പിത്തീലിയൽ ഒഡന്റോജനിക് ട്യൂമർ അല്ലെ, എപ്പിത്തീലിയൽ, മീസെൻകൈമൽ ആൻഡ് മിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ ഒഡന്റോജനിക് ട്യൂമറിനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അപ്പം ബിനൈൻ എപ്പിത്തീലിയൽ ഒഡന്റോജനിക് ട്യൂമർ ഉണ്ട്, ബിനൈൻ മിക്സ്ഡ് ട്യൂമർ ഉണ്ട്, ആൻഡ് ബിനൈൻ മീസെൻകൈമൽ ട്യൂമർ ഉണ്ട്, പിന്നെ മാലിഗ്നന്റ് ട്യൂമേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത്ര അറിഞ്ഞിരിക്കുക. 2017 WHO ഒന്ന് ട്യൂമറിന്റെ ക്ലാസിഫിക്കേഷൻ റിവൈസ് ചെയ്തിരുന്നു. അന്നേരം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ട്യൂമറാണ്, ഒരു മിക്സ്ഡ് ട്യൂമറെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അത് പ്രൈമോഡിയൽ ഒഡന്റോജനിക് ട്യൂമർ എന്ന് പറയുന്ന കണ്ടീഷൻ, POT. ഓക്കെ, ആൻഡ് 2022 പിന്നെയും ട്യൂമറിന്റെ ക്ലാസിഫിക്കേഷൻ റിവൈസ് ചെയ്തു. അങ്ങനെ പുതിയ വന്ന എൻറ്റൈറ്റിയുടെ പേരാണ് അഡിനോയിഡ് അമിലോബ്ലാസ്റ്റോമ. അത് നിങ്ങളുടെ എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ 2022 ആഡ് ചെയ്തിട്ടുള്ള പുതിയ ഒഡന്റോജനിക് ട്യൂമർ ഏതാണ്? അഡിനോയിഡ് അമിലോബ്ലാസ്റ്റോമ. ആൻഡ് ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ബിനൈൻ എപ്പിത്തീലിയൽ ഒഡന്റോജനിക് ട്യൂമർ. എപ്പിത്തീലിയൽ ഒറിജിൻ ഉള്ള ഒഡന്റോജനിക് ട്യൂമർ ആണ് അഡിനോയിഡ് അമിലോബ്ലാസ്റ്റോമ. 2022 ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് വന്ന പുതിയ എൻറ്റൈറ്റി ആണ് കേട്ടോ. ഓക്കെ,
അപ്പൊ നമുക്ക് നമ്മുടെ ആൻസർ ഏതായിരുന്നു? 2/3 ട്യൂമർ ഏതാണ്? അഡിനോയിഡ് ഓഡൻഡോജനിക് ട്യൂമർ, അഡിനോമെറ്റോയിഡ് ഓഡൻഡോജനിക് ട്യൂമർ, സോറി, അഡിനോമെറ്റോയിഡ് ഓഡൻഡോജനിക് ട്യൂമർ, AOT ആണല്ലേ. അപ്പം AOTയുടെ വേറൊരു പേരെന്താണ്? അഡിനോ അമിലോബ്ലാസ്റ്റോമ, ആൻഡ് ഇറ്റ്സ് എ ബിനൈൻ എപ്പിത്തീലിയൽ ട്യൂമർ ഓഫ് ഓഡൻഡോജനിക് ഒറിജിൻ. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ 2/3 ട്യൂമർ എന്ന് വിളിക്കുന്നത്? Because it's 2/3 of it occurs in young women. Young womenസിലാണ് 2/3 of the tumor കാണുന്നത്. ആൻഡ് 2/3 കാണുന്നത് എവിടെയാണ്? ആന്റീരിയർ മാക്സിലാണ്. ആൻഡ് 2/3 of the whole tumor is associated with the unerupted tooth. And the 2/3 of these unerupted teeth being the canine. അപ്പൊ ഇതുകൊണ്ടാണ് ഇങ്ങനെ 2/3 കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ 2/3 ട്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ റേഡിയോഗ്രാഫിക് ഫീച്ചർ ഒന്ന് നോക്കാം. റേഡിയോഗ്രാഫിക്കിന് എങ്ങനെയാണ്? യൂണിലോക്കുലർ റേഡിയോലൂസൻസി ആണ്. ദാറ്റ് ജനറലി എക്സിബിറ്റ് സ്മൂത്ത് ബോർഡർ ഉള്ള യൂണിലോക്കുലർ റേഡിയോലൂസൻസി ആയിട്ടാണ് യൂഷ്വലി നമ്മുടെ അഡിനോമെറ്റോയിഡ് ഓഡൻഡോജനിക് ട്യൂമർ കാണുന്നത്. ആൻഡ് ഫ്ലെക്സ് ഓഫ് കാൽസിഫിക്കേഷൻസും കാണാറുണ്ട്. അതിനകത്ത് ചെറിയ ചെറിയ റേഡിയോപാസിറ്റീസ് കാണാറുണ്ട് ചില കേസസിൽ. ആൻഡ് റെയർലി അത് മൾട്ടി ലോക്കുലർ ആയിട്ട് കാണാം. ഞാനത് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ PSCയുടെ പുതിയ ട്രെൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അനുസരിച്ച് അവരെപ്പോഴും ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് ട്രൂ ഓർ ഫോൾസ് ചോദിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്, കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും കാണാറുണ്ട്. അപ്പം മൾട്ടി ലോക്കുലർ ആയിട്ടും AOT കാണപ്പെടാൻ നമുക്ക് അറിയണം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. ഓക്കെ, കണ്ടോ, ഒരു യൂണിലോക്കുലർ റേഡിയോലൂസൻസി വിത്ത് സ്ക്ലിയറോട്ടിക് ബോർഡർ ആണ്. ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രസന്റേഷൻ ഓഫ്, അതായത് അത് പാത്തോഗ്നോമോണിക് ഒന്നും അല്ല, അതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രസന്റേഷൻ. ഓക്കെ, ഇനി അതിന്റെ ഗ്രോസ് സ്പെസിമെൻ. ഗ്രോസ് സ്പെസിമെൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ റിസെക്ട് ചെയ്തിട്ട് നമുക്ക് എക്സാമിനേഷന് കിട്ടുന്ന, അതായത് ബയോപ്സി എടുത്തിട്ട് കിട്ടുന്ന സ്പെസിമെൻ, അതിനെയാണ് നമ്മൾ ഗ്രോസ് സ്പെസിമെൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രോസ് സ്പെസിമെൻ എങ്ങനെ ഇരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ? ഗ്രോസ് സ്പെസിമെൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സോളിഡ് ട്യൂമർ വിത്ത് ഒരു സിസ്റ്റിക് ക്യാവിറ്റി അല്ലെ. ആ സിസ്റ്റിക് ക്യാവിറ്റിയിലേക്ക് നിൽക്കുന്ന ടൂത്ത് അല്ലെ. ആ സിസ്റ്റിക് ക്യാവിറ്റിക്കകത്ത് ഒരു ഗ്രിറ്റി ഗ്രാനുലാർ മെറ്റീരിയൽ, അങ്ങനെയാണ് അതിന്റെ ഗ്രോസ് സ്പെസിമെൻ. അതായത് ക്രൗൺ ഓഫ് ആൻ എംബഡഡ് ടൂത്ത് in the solid tumor mass or projecting into the cystic cavity. അല്ലെങ്കിൽ ട്യൂമർ മാസിലായിരിക്കും, അല്ലെങ്കിൽ സിസ്റ്റിക് ക്യാവിറ്റിയിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന ക്രൗൺ ഓഫ് ദി ഇമ്പാക്റ്റഡ് ടൂത്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഇറ്റ്സ് യൂഷ്വലി അസോസിയേറ്റഡ് 2/3 ഓഫ് ദി AOTs ആർ അസോസിയേറ്റഡ് വിത്ത് ഇമ്പാക്റ്റഡ് ടൂത്ത് അല്ലെ. അങ്ങനെ ആ ഇമ്പാക്റ്റഡ് ടൂത്തിന്റെ ക്രൗൺ ആ സിസ്റ്റിക് ക്യാവിറ്റിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആ സോളിഡ് ട്യൂമറിനകത്ത് ഉണ്ടാവും. സിസ്റ്റിക് ക്യാവിറ്റി ഉണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തായിരിക്കും? ഒരു ഗ്രിറ്റി ഗ്രാനുലാർ മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ. യൂഷ്വലി കാണുന്ന ഒരു പ്രസന്റേഷൻ ആണ്. അപ്പൊ ഇത് ചോദിക്കാം ചിലപ്പോൾ, അതുകൊണ്ടാണ് ഇതിന്റെ ഗ്രോസ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇനി അതിന്റെ ഹിസ്റ്റോപത്തോളജി എന്താണ്? ക്യാരക്ടറിസ്റ്റിക് പ്രസന്റേഷൻ ആണ് അല്ലേ. മൾട്ടിനോഡുലാർ പ്രോളിഫറേഷൻ ഓഫ് സ്പിൻഡിൽ, ക്യൂബോയിഡൽ ആൻഡ് കൊളുമിനാർ സെൽസ് ഇൻ വെറൈറ്റി ഓഫ് പാറ്റേൺ. അതായത് സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ്, ക്യൂബോയിഡലായിട്ടുള്ള സെൽസും സ്പിൻഡിൽ ഷേപ്ഡ് സെൽസും വെറൈറ്റി ഓഫ് പാറ്റേൺസിലാണ് അതിനകത്ത് പ്രോളിഫറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ ഡക്ട് ലൈക്ക് പ്രോളിഫറേഷൻ കാണാം, റോസെറ്റ്സ് കാണാം, ട്യൂബ്യൂൾസ് കാണാം. ഈ ഡക്ട് ലൈക്ക് സ്പേസിനെ എല്ലാം ലൈൻ ചെയ്ത് അമിലോബ്ലാസ്റ്റ് ലൈക്ക് സെൽസിനെയാണ് നമ്മൾ കാണുന്നത്. അതായത് cuboidal to columnar cells with polarized away from the lumen, reversely polarized cells ആയിട്ടാണ് നമ്മൾ AOTയിൽ ഡക്റ്റിനെ ലൈൻ ചെയ്യുന്ന സെൽസിനെ കാണുന്നത്. ആൻഡ് ഈ സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ് വേരിയിങ് പാറ്റേൺസ് ഉണ്ടാക്കും അല്ലെ. റോസെറ്റ്സ്, ഷീറ്റ്സ്, പോഡ്സ്, നെസ്റ്റ് ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ AOTയുടെ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പൊ 2/3 ട്യൂമർ എന്ന് പറയുന്നത് ഏതിനെയാണ്? AOT ആണ്. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഫസ്റ്റ് റെക്കഗ്നൈസബിൾ സോൺ ഓഫ് ഇനാമൽ കാരീസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ക്വസ്റ്റ്യൻസ് നോക്കിയാലും, ഇപ്പൊ നീറ്റിലെ ക്വസ്റ്റ്യൻസ് നോക്കിയാലും, പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസ് നോക്കിയാലും, ഇഷ്ടമുള്ള ഈ ക്വസ്റ്റ്യൻ മേക്കേഴ്സിന്, ക്വസ്റ്റ്യൻ മാസ്റ്റേഴ്സിന് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് ഈ ഡെന്റൽ കാരീസിന്റെ ഹിസ്റ്റോപത്തോളജി. അത് ഡെന്റൽ കാരീസ് ആവാം, ഇനാമൽ കാരീസ് ആവാം. അപ്പൊ നിങ്ങൾ അത് പഠിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന ഉറപ്പാണ്. ഇത് നമ്മുടെ 2020 എക്സാമിന് ചോദിച്ചതാണ്. കേരള PSC 2020 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് റെക്കഗ്നൈസബിൾ സോൺ ഓഫ് ഇനാമൽ കാരീസ് കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മൾ സോൺ ഓഫ് ഇനാമൽ കാരീസ് അറിഞ്ഞിരിക്കണം, അതിന് ഓരോ സോണിന്റെയും പ്രത്യേകത അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ബോഡി ഓഫ് ദി ലീഷൻ, ഡാർക്ക് സോൺ, ട്രാൻസ്ലൂസൻറ്റ് സോൺ ആൻഡ് സർഫസ് സോൺ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഇറ്റ് ഈസ് ദി C, ട്രാൻസ്ലൂസൻറ്റ് സോൺ. ട്രാൻസ്ലൂസൻറ്റ് സോൺ ആണ്
ഫസ്റ്റ് റെക്കഗ്നൈസബിൾ സോൺ ഓഫ് ഇനാമൽ കാരീസ്. അപ്പൊ നമുക്ക് ഹിസ്റ്റോപത്തോളജി ഓഫ് ഇനാമൽ കാരീസ് ഒന്ന് നോക്കാം. ഓക്കെ, ഒരു ടൂത്ത് കണ്ടില്ലേ, ഇവിടെ ഒരു ടൂത്തിന് ഒരു ഇനാമലിൽ മാത്രം കാരീസ് വരും. അതിന്റെ സർഫസ് ഇത് പൾപ്പലിയുള്ള ഏരിയ. അപ്പൊ നമ്മൾ അതിന്റെ ഹിസ്റ്റോപത്തോളജി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? നമ്മൾ ഹിസ്റ്റോപത്തോളജി നോക്കുമ്പോൾ ഈ താഴെ വരുന്ന ഭാഗം ഇതാണ് പൾപ്പലിലുള്ള ഏരിയ, ഇത് സർഫസ്. അപ്പം പൾപ്പ് ടു സർഫസ് ആണ് നമ്മൾ അതിന്റെ സോൺസ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ സോൺസ്, ഫസ്റ്റ് സോൺ ഏതാണ്? ട്രാൻസ്ലൂസൻറ്റ് സോൺ. സെക്കൻഡ് സോൺ ഡാർക്ക് സോൺ. തേർഡ് സോൺ ബോഡി ഓഫ് ദി ലീഷൻ. ഫോർത്ത് സോൺ ഇറ്റ് സർഫസ് സോൺ. അപ്പൊ ഇത് പഠിക്കാനായിട്ട് നമുക്കൊരു നിയമോണിക് ഉണ്ട് കേട്ടോ. ട്രെയിൻഡ് ഡെന്റിസ്റ്റ് ബെറ്റർ സാലറി. ട്രെയിൻഡ് ഡെന്റിസ്റ്റ് ഈസ് ഈക്വൽ ടു ബെറ്റർ സാലറി. ഇത് നിയമോണിക് ആണ്. അതിൽ T4 ട്രാൻസ്ലൂസൻറ്റ് സോൺ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് എവിടെ നിന്നാണ്? ഫ്രം പൾപ്പ് ടു സർഫസ്, ഇന്നർ മോസ്റ്റ് ലെയർ ടു സർഫസ് ആണ് നമ്മൾ ഇതിന്റെ സോൺ പറയുന്നത്. അത് T4 ട്രാൻസ്ലൂസൻറ്റ് സോൺ, D4 ഡാർക്ക് സോൺ, B4 ബോഡി ഓഫ് ദി ലീഷൻ, ആൻഡ് S4 സർഫസ് സോൺ. അപ്പൊ ഇത്രയേ അറിഞ്ഞിരിക്കാം കേട്ടോ. ഇനി ഇതിനകത്ത് ഓരോ സോൺസിന്റെയും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും കൂടി നമുക്ക് നോക്കാം കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഇത് പഠിച്ചാൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. കാരണം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഈ ഹിസ്റ്റോപത്തോളജി ഓഫ് ഇനാമൽ ആൻഡ് ഡെന്റിനൽ കാരീസ് എപ്പോഴും അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡെന്റൽ കാരീസിൽ നിന്ന് എന്താണെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്കിപ്പോ തൽക്കാലം ഈ ഹിസ്റ്റോപത്തോളജി ഓഫ് ഇനാമൽ കാരീസ് നോക്കാം അല്ലെ. 4 സോൺസും ആ സോൺസിൽ കാണുന്ന ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സും ഒന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് സോൺ ഏതാണ്? ഫ്രം ഇന്നർ സർഫസ് ഇറ്റ് ഇസ് ദി zone 1 or translucent zone. That is the advancing front of the enamel lesion and is the first recognizable zone of alteration from the normal enamel. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. It is the first recognizable zone of alteration from the normal enamel. നോർമൽ ഇനാമലിന് ഓൾട്രേഷൻ കാണിക്കുന്ന ഫസ്റ്റ് സോൺ, അതായത് ഒരു കാരീസ് ഇനാമലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആദ്യത്തെ ഓൾട്രേഷൻ കാണുന്നത് എവിടെയാണ്? ട്രാൻസ്ലൂസൻറ്റ് സോൺ ആണ്. അതാണ് ഇവിടെ പൾപ്പലിയാണ് അല്ലെ. ഏറ്റവും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ട്രാൻസ്ലൂസൻറ്റ് സോൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇൻടാക്ട് ഇനാമൽ ആയിരിക്കും കേട്ടോ. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് ഫസ്റ്റ് ഏതാണ്? ട്രാൻസ്ലൂസൻറ്റ് സോണിലാണ്. ട്രാൻസ്ലൂസൻറ്റ് സോണിലാണ്. ആൻഡ് നമ്മൾ ഈ പോർ വോളിയം, ഈ 4 സോൺസിലെയും പോർ വോളിയം, പോറിന്റെ സൈസ് നമ്മൾ പഠിക്കണം കേട്ടോ. അതായത് നോർമലി ഇനാമൽ എന്ന് പറഞ്ഞാൽ അത്ര പോറസ് ആയിട്ടുള്ള ഒട്ടും പോറസ് അല്ലാത്ത ഒരു സബ്സ്റ്റൻസ് ആണ് അല്ലെ. ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. അപ്പൊ പോർസ് കുറവാണ്. അപ്പൊ സൗണ്ട് ഇനാമലിന്റെ പോർ വോളിയം എന്ന് പറയുന്നത് ഇത്രയാണ്, ഒരു 0.1% ഉള്ളൂ സൗണ്ട് ഇനാമലിന്റെ പോർ വോളിയം. ഓക്കെ, അപ്പം ട്രാൻസ്ലൂസൻറ്റ് സോണിന്റെ പോർ വോളിയം എത്രയാണ്? ഇറ്റ് ഈസ് 1%. ഓക്കെ, സൗണ്ട് ഇനാമലിന്റെ എത്രയാണ്? 0.1%. ട്രാൻസ്ലൂസൻറ്റ് സോണിന്റെ പോർ വോളിയം എത്രയാണ്? ഇറ്റ് ഈസ് 1%. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സോൺ ഏതാന്ന് നോക്കാം. നെക്സ്റ്റ് സോൺ ഇസ് ദി ഡാർക്ക് സോൺ. ഡാർക്ക് സോൺ ഇസ് റെഫേർഡ് ടു ആസ് ദി പോസിറ്റീവ് സോൺ. ഡാർക്ക് സോണിനെ നമ്മൾ പറയുന്ന പേരാണ് പോസിറ്റീവ് സോൺ. എന്തുകൊണ്ടാണ് പോസിറ്റീവ് സോൺ എന്ന് പറയുന്നത്? ഇത് ഏത് ഇനാമൽ കാരുടെ ഹിസ്റ്റോപത്തോളജി എടുത്ത് നോക്കിയാലും നമുക്ക് ഡാർക്ക് സോൺ കാണാൻ പറ്റും. അതുകൊണ്ടാണ് പോസിറ്റീവ് സോൺ എന്ന് പറയുന്നത്. ട്രാൻസ്ലൂസൻറ്റ് സോൺ എല്ലായിടത്തും വിസിബിൾ ആവണമെന്നില്ല കേട്ടോ. പക്ഷെ ഡാർക്ക് സോൺ എല്ലായിടത്തും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇറ്റ് ഇസ് ഓൾവേസ് പ്രസന്റ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പോസിറ്റീവ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഡാർക്ക് സോൺ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഇസ് എസ് എ റിസൾട്ട് ഓഫ് ഡീമിനറലൈസേഷൻ. ഡീമിനറലൈസേഷൻ ഉണ്ടാകുന്ന സ്ഥലത്താണ് ഡാർക്ക് സോൺ ആയിട്ട് നമ്മൾ കാണുന്നത്. ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ഡാർക്ക് ബ്രൗൺ ഇൻ ഗ്രൗണ്ട് സെക്ഷൻ എക്സാമിൻഡ് ബൈ ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. ആ ഡീമിനറലൈസേഷൻ നടക്കുമ്പോൾ അവിടെ വേക്കൻ്റ് ആവില്ലേ. അപ്പം എയറൊക്കെ ഫില്ല് ചെയ്തിട്ട് ട്രാൻസ്മിറ്റഡ് ലൈറ്റിൽ കൂടെ നോക്കുമ്പോൾ ഡാർക്ക് ബ്രൗൺ ആയിട്ട് കാണാം. അതിന്റെ പോർ വോളിയം എത്രയാണ്? 2 to 4%. ഡാർക്ക് സോണിന്റെ പോർ വോളിയം 2 to 4%. നെക്സ്റ്റ് സോൺ ഏതാണ്? ഇറ്റ് ഇസ് ദി ബോഡി ഓഫ് ദി ലീഷൻ. ബോഡി ഓഫ് ദി ലീഷൻ ആണ് ഏരിയ ഓഫ് ഗ്രേറ്റസ്റ്റ് ഡീമിനറലൈസേഷൻ. ഏറ്റവും കൂടുതൽ ഡീമിനറലൈസേഷൻ നടക്കുന്ന ഏരിയ ആണ് ബോഡി ഓഫ് ദി ലീഷൻ. അതിന്റെ പോർ വോളിയം പെരിഫറിയുടെ അടുത്ത്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡീമിനറലൈസേഷൻ നടക്കുന്നത് അല്ലേ. ബോഡി ഓഫ് ദി ലീഷനിലാണ് ഏറ്റവും കൂടുതൽ ഡീമിനറലൈസേഷൻ നടക്കുന്നത്. അപ്പൊ പെരിഫറിയുടെ അടുത്ത് 5% ആയിരിക്കും. ആൻഡ് 5 to 25% ആണ് അതിന്റെ പോർ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സോൺ ഏതാണ്? അടുത്ത സോണാണ് സർഫസ് സോൺ. സർഫസ് സോൺ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഇൻടാക്ട് ആയിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ചെറിയ പോയിന്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സർഫസ് ഓൾമോസ്റ്റ് ഇൻടാക്ട് ആണ്. അപ്പം ഡീമിനറലൈസേഷൻ ഒരു 1 to 4% ആയിരിക്കും കേട്ടോ. പോർ വോളിയം ലെസ് ദാൻ 5% ആയിരിക്കും. പോർ വോളിയം. ഓക്കെ, അപ്പൊ ഇത്രയാണ് 4 സോൺസ് ഓഫ്
ഇനാമൽ കാരീസ്. അപ്പൊ നിങ്ങൾ ഇനാമൽ കാരീസും പഠിക്കുക കേട്ടോ. എല്ലാ ഹിസ്റ്റോപത്തോളജി ഓഫ് കാരീസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റ് മാനിഫെസ്റ്റ് ടിപ്പിക്കലി ബിറ്റ്വീൻ ദി റൂട്ട്സ് ഓഫ് മാക്സിലറി ലാറ്ററൽ ഇൻസൈസർ ആൻഡ് കാനൈൻ? Nasolabial cyst, nasopalatal duct cyst, globulomaxillary cyst and median palatal cyst. ഈ സിസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടു. ഇതിനകത്ത് ബിറ്റ്വീൻ ദ റൂട്ട്സ് ഓഫ് മാക്സിലറി ലാറ്ററൽ ഇൻസൈസർ ആൻഡ് കനൈൻ, മാക്സിലറി ലാറ്ററൽ ഇൻസൈസറിന്റെയും കനൈന്റെയും ഇടയ്ക്ക് റൂട്ടിന്റെ ഇടയ്ക്ക് കാണുന്ന സിസ്റ്റ് ഏതാണ്? അവിടെ റേഡിയോലൂസൻസി ആയിട്ട് അപ്പിയർ ചെയ്യുന്ന സിസ്റ്റ് ഏതാണ്? ആൻഡ് ഈ സിസ്റ്റുകളൊക്കെ ഏതാണ്? ഇതൊക്കെ നമ്മുടെ ഒഡന്റോജനിക് സിസ്റ്റ് ആണോ? അല്ല അല്ലെ, ഇതൊക്കെ നോൺ ഒഡന്റോജനിക് ഫിഷറൽ സിസ്റ്റുകളാണ് അല്ലെ. ഡെവലപ്മെന്റൽ നോൺ ഒഡന്റോജനിക് സിസ്റ്റുകളാണ്, നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് ഫിഷറൽ സിസ്റ്റ്. അപ്പൊ ഇതിന്റെ ആൻസർ ഇതും നമ്മുടെ കേരള PSC 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഇതും ക്വസ്റ്റ്യൻ മാസ്റ്റേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. ഈ ഗ്ലോബുലോ മാക്സിലറിയോ നേസോപലറ്റൈനോ ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഇറ്റ് ഇസ് ഗ്ലോബുലോ മാക്സിലറി സിസ്റ്റ്. അപ്പൊ നമുക്ക് ഡെവലപ്മെന്റൽ സിസ്റ്റ് വെറുതെ റഫായിട്ടൊന്ന് നോക്കാം അല്ലെ. ഡെവലപ്മെന്റൽ സിസ്റ്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ നോൺ ഒഡന്റോജനിക് സിസ്റ്റ് എന്ന് പറയുന്നതാണ് ഇത്. ഇതിന് പറയുന്ന വേറെ പേരാണ് ഫിഷറൽ സിസ്റ്റ് അല്ലെങ്കിൽ ഇൻക്ലൂഷൻ സിസ്റ്റ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, അത് ഇറ്റ്സ് അറൈസിങ് അലോങ് ദ ലൈൻസ് ഓഫ് ഫ്യൂഷൻ ഓഫ് വേരിയസ് ബോൺസ് ഓർ എംബ്രിയോണിക് പ്രോസസ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പം ഡെവലപ്മെന്റ് ഓഫ് ഫേസ് നോക്കുവാണെങ്കിൽ തന്നെ പല പല പ്രോസസ്സുകൾ ഫ്യൂസ് ചെയ്തിട്ടാണ് ഫേസ് ഉണ്ടാകുന്നത് അല്ലെ. എല്ലാം അങ്ങനെ തന്നെയാണ് അല്ലെ. ഇപ്പൊ മാക്സിലറി പ്രോസസ്, മാൻഡിബുലർ പ്രോസസ്, നേസോപലറ്റൈൻ പ്രോസസ്, അങ്ങനെ പല പല പ്രോസസ്സുകൾ ഫ്യൂസ് ചെയ്തിട്ടാണ് ഫേസ് ഉണ്ടാകുന്നത് നമുക്കറിയാം. ആ ലൈൻ ഓഫ് ഫ്യൂഷനിൽ എൻട്രാപ്പ് ചെയ്യുന്ന എപ്പിത്തീലിയൽ സെൽസ് പിന്നെ ഡീജനറേറ്റ് ചെയ്ത സിസ്റ്റ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്താണ് ഫിഷറൽ സിസ്റ്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ നോൺ ഒഡന്റോജനിക് സിസ്റ്റ് അല്ലെങ്കിൽ ഇൻക്ലൂഷൻ സിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഈ കൺസെപ്റ്റ് കുറച്ച് കോൺട്രോവേഴ്സിയൽ ആയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്, എന്നാലും എപ്പോഴും ഈ ഏരിയയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളത് പഠിക്കുക കേട്ടോ. അത് കോൺട്രോവേഴ്സി ആയാലും നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പം ഡെവലപ്മെന്റൽ സിസ്റ്റുകൾ രണ്ടിടത്ത് കാണാം, സോഫ്റ്റ് ടിഷ്യൂലും കാണാം, ബോണിലും കാണാം. ഇൻട്രൗഷ്യസ് ഡെവലപ്മെന്റൽ നോൺ ഒഡന്റോജനിക്, ഞാൻ ഒഡന്റോജനിക് സിസ്റ്റ് അല്ല, ഡെവലപ്മെന്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ ഫിഷറൽ സിസ്റ്റം എന്ന് പറയാം. അപ്പൊ അതാകുമ്പോൾ കൺഫ്യൂസ്ഡ് ആവില്ലല്ലോ. അപ്പം ഫിഷറൽ സിസ്റ്റുകൾ നമുക്ക് സോഫ്റ്റ് ടിഷ്യൂലും കാണാം, ബോണിനകത്തും കാണാം. അപ്പൊ സോഫ്റ്റ് ടിഷ്യൂവിൽ കാണുന്ന സിസ്റ്റുകൾക്ക് എന്താ പ്രത്യേകത? അവർക്ക് ഒരിക്കലും റേഡിയോഗ്രാഫിക് ഫീച്ചർ ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി കണ്ടു, അതിനകത്ത് തന്നിരിക്കുന്ന റേഡിയോലൂസൻസി ബിറ്റ്വീൻ ദി റൂട്ട്സ് ഓഫ് ലാറ്ററൽ ഇൻസൈസർ ആൻഡ് കനൈൻ എന്നായിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് പക്ഷെ അവർ തന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? നേസോലേബിയൽ സിസ്റ്റം. അപ്പൊ നമുക്ക് നേസോലേബിയൽ സിസ്റ്റം എന്ന് പറയുന്ന സാധനം സോഫ്റ്റ് ടിഷ്യൂ സിസ്റ്റം ആണെന്ന് അറിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലെ. അപ്പം സോഫ്റ്റ് ടിഷ്യൂവിൽ കാണുന്ന ഫിഷറൽ സിസ്റ്റുകൾ ഏതൊക്കെയാണ്? പാലേറ്റൽ സിസ്റ്റ് ഓഫ് നിയോനേറ്റ്സ്, നേസോലേബിയൽ സിസ്റ്റ്, തൈറോഗ്ലോസൽ ട്രാക്ട് സിസ്റ്റ്, ഓറൽ ലിംഫോ എപ്പിത്തീലിയൽ സിസ്റ്റ്, എപ്പിഡെർമോയിഡ് ആൻഡ് ഡെർമോയിഡ് സിസ്റ്റ്, സലൈവറി ഡക്ട് സിസ്റ്റ്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതിനകത്ത് ഈ സിസ്റ്റുകളൊക്കെ സോഫ്റ്റ് ടിഷ്യൂ സിസ്റ്റുകളാണെന്നും ഇവർക്കൊന്നും റേഡിയോഗ്രാഫിക് അപ്പിയറൻസ്, അതായത് റേഡിയോഗ്രാഫിൽ ഇവരെയൊന്നും കാണാൻ പറ്റില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. ഇനി ഇൻട്രാ ഓഷ്യസ് ആയിട്ട് നമ്മൾ കാണുന്ന ഡെവലപ്മെന്റൽ സിസ്റ്റം എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ മെയിൻ ആയിട്ട് നിങ്ങൾ ഇതിന്റെ ലൊക്കേഷനും റേഡിയോഗ്രാഫിക് ഫീച്ചറും പഠിക്കുക കേട്ടോ. അപ്പം ഫസ്റ്റ് വൺ നേസോപലറ്റൈൻ സിസ്റ്റ്. നേസോപലറ്റൈൻ സിസ്റ്റ് നമ്മൾ എവിടെയാണ് കാണുന്നത്? മിഡ് ലൈൻ ഓഫ് ദി ആന്റീരിയർ മാക്സില്ല. അതൊരു വെൽ ഡിമാർക്കേറ്റഡ് യൂണിലോക്കുലർ ആൻഡ് ഹാർട്ട് ഷേപ്ഡ് റേഡിയോലൂസൻസി. അത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. മിഡ് ലൈൻ മാക്സിലയിൽ കാണുന്ന ഹാർട്ട് ഷേപ്ഡ് റേഡിയോലൂസൻസി ആയിട്ട് കാണുന്ന സിസ്റ്റ് ഏതാണെന്ന് എപ്പോഴും ചോദിക്കാനുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ദി മോസ്റ്റ് കോമൺ ഫിഷറൽ സിസ്റ്റ്. മോസ്റ്റ് കോമൺ ഫിഷറൽ സിസ്റ്റ് ആണ് നേസോപലറ്റൈൻ ഡക്ട് സിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. NPDC നേസോപലറ്റൈൻ ഡക്ട് സിസ്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ഫിഷറൽ സിസ്റ്റ് ആണ്. അത് മിഡ് ലൈൻ ഓഫ് ദി ആന്റീരിയർ മാക്സിലയിലാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ റേഡിയോഗ്രാഫിക് ഫീച്ചർ നോക്കാം. കണ്ടോ, മിഡ് ലൈൻ ഓഫ് ദി ആന്റീരിയർ മാക്സിലയിൽ ഒരു ഹാർട്ട് ഷേപ്ഡ് റേഡിയോലൂസൻസി ആയിട്ടാണ് അത്, വെൽ ഡിമാർക്കേറ്റഡ് യൂണിലോക്കുലർ ഓർ ഹാർട്ട് ഷേപ്ഡ് റേഡിയോലൂസൻസി ആയിട്ടാണ് അത് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? മീഡിയൻ പാലറ്റൽ സിസ്റ്റ്. മീഡിയൻ പാലറ്റൽ സിസ്റ്റ് midline of the hard palate between the lateral palatal process. lateral palatal processകളുടെ ഇടയ്ക്ക് midline of the hard palate കാണുന്ന സിസ്റ്റിനെയാണ് നമ്മൾ മീഡിയൻ പാലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അത് വെൽ സർക്കംസ്ക്രൈബ്ഡ് റേഡിയോലൂസൻ ഏരിയ ഇസ് സീൻ ഓപ്പോസിറ്റ് ടു ദി ബൈക്കസ്പിഡ് ആൻഡ് മോളാർ റീജിയൻ. അതെ, ബൈക്കസ്പിഡ് പ്രീമോളാസിനും മോളാർ റീജിയന്റെയും ഓപ്പോസിറ്റ് ആയിട്ട് ഹാർഡ് പാലറ്റിൽ കാണുന്ന റേഡിയോലൂസൻസി ആയിട്ടാണ് നമ്മുടെ മീഡിയൻ പാലറ്റ് സിസ്റ്റ് കാണുന്നത്. നെക്സ്റ്റ് ഏതാണ്? ഇതാണ് നമ്മുടെ ഗ്ലോബുലോ മാക്സിലറി സിസ്റ്റ്. ഗ്ലോബുലോ മാക്സിലറി സിസ്റ്റ് എവിടെയാണ് കാണുന്നത്? ബിറ്റ്വീൻ ദി
maxillary, lateral incisor and canine tip. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ? ഒരു ഇൻവേർട്ടഡ് പെയർ ഷേപ്പ്, ഇത് എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. ഇൻവേർട്ടഡ് പെയർ ഷേപ്പ് റേഡിയോലൂസൻ ഏരിയ ബിറ്റ്വീൻ ദി റൂട്ട്സ് ഓഫ് ദി ലാറ്ററൽ ഇൻസൈസർ ആൻഡ് കസ്പിഡ് ആയിട്ട് കാണുന്നത് എന്താണ്? നമ്മുടെ ഗ്ലോബുലോ മാക്സിലറി സിസ്റ്റ്. കണ്ടോ? ലാറ്ററൽ ഇൻസൈസറിന്റെയും കാനൈന്റെയും റൂട്ട്സിന്റെ ഇടയ്ക്ക് ഒരു ഇൻവേർട്ടഡ് പെയർ ഷേപ്പ് റേഡിയോലൂസൻസി ആയിട്ട് കാണുന്ന സിസ്റ്റാണ് ഗ്ലോബുലോ മാക്സിലറി സിസ്റ്റ്. ഇത് നിങ്ങൾ ഈ ടേബിൾ തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ആൻഡ് ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് നമ്മുടെ നീറ്റിനും. ഇത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ കേരള PSC 2020 ഉണ്ടായിരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാണ്? മീഡിയൻ മാൻഡിബുലാർ സിസ്റ്റ്. അത് മിഡ് ലൈൻ ഓഫ് ദി മാൻഡിബിളിൽ കാണുന്നതാണ് കേട്ടോ. യൂണിലോക്കുലാർ വെൽ സർക്കംസ്ക്രൈബ്ഡ് റേഡിയോലൂസൻസി ആയിട്ട് മിഡ് ലൈൻ ഓഫ് ദി മാൻഡിബിളിൽ കാണുന്നതാണ് നമ്മുടെ മീഡിയൻ മാൻഡിബുലാർ സിസ്റ്റ്. അപ്പൊ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കുക. അലോങ് ദി ലൈൻ ഓഫ് ഫ്യൂഷൻസിൽ ഉണ്ടാവുന്ന സിസ്റ്റുകളെയാണ് നമ്മൾ ഫിഷറൽ സിസ്റ്റ് അല്ലെങ്കിൽ ഇൻക്ലൂഷൻ സിസ്റ്റ് എന്ന് പറയുന്നത്. അത് സോഫ്റ്റ് ടിഷ്യൂലും ഉണ്ടാവാം, ഇൻട്രാഓഷ്യസും ഉണ്ടാവാം. ഇൻട്രാഓഷ്യസിൽ നമ്മൾ കാണുന്നത് മെയിൻ ആയിട്ടും 4 സിസ്റ്റുകളാണ്: നെയ്സോപലറ്റൈൻ, മീഡിയൻ പലറ്റൈൽ, ഗ്ലോബുലോ മാക്സിലറി, മീഡിയൻ മാൻഡിബുലാർ സിസ്റ്റ്. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഫിഷറൽ സിസ്റ്റം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം അല്ലെ. ക്വസ്റ്റ്യൻ 5. Adenoid cystic carcinoma is characterized by which of the following? അപ്പൊ adenoid cystic carcinoma എന്താണ് അല്ലെ? മാലിഗ്നന്റ് salivary gland neoplasm ആണ് അല്ലെ. മാലിഗ്നന്റ് salivary gland neoplasm ആണ് നമ്മുടെ adenoid cystic carcinoma. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണ്? early lymphatic spread, perineural invasion, high radiosensitivity, frequent distant metastasis to liver. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചർ എന്താണ് നോക്കാം നമുക്ക്. പെരിന്യൂറൽ ഇൻവേഷൻ. പെരിന്യൂറൽ ഇൻവേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് കേട്ടോ. അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് പെരിന്യൂറൽ ഇൻവേഷൻ. ഓക്കെ, ഈ പെരിന്യൂറൽ ഇൻവേഷൻ കാണുന്ന വേറെ ഒരു സലൈവറി ഗ്ലാൻഡ് ട്യൂമർ കൂടിയുണ്ട്, പോളിമോർഫസ് അഡിനോ കാർസിനോമ. അപ്പൊ നമുക്ക് അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമയുടെ ഹിസ്റ്റോപത്തോളജി ഒക്കെ നോക്കിയാലോ. അപ്പൊ അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമയുടെ വേറെ പേര്, അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ വേറെ പേരിലായിരിക്കും ഇതിന്റെ ഫീച്ചർ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പം അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമയുടെ വേറൊരു പേരാണ് സിലിൻഡ്രോമ. അനദർ നെയിം ബേസിലോയിഡ് മിക്സ്ഡ് ട്യൂമർ. മിക്സ്ഡ് ട്യൂമർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. മിക്സ്ഡ് ട്യൂമർ എന്താണ്? ഇറ്റ് ഇസ് പ്ലിയോമോർഫിക് അഡിനോമ. പ്ലിയോമോർഫിക് അഡിനോമയുടെ അതർ നെയിം ആണ് മിക്സ്ഡ് ട്യൂമർ. ബേസിലോയിഡ് മിക്സ്ഡ് ട്യൂമർ ഏതാണ്? ഇറ്റ് ഇസ് അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമ. ആൻഡ് സിലിൻഡ്രോമ എന്നൊരു പേരും കൂടി നമ്മുടെ അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമയ്ക്കുണ്ട്. Adenoid cystic carcinoma is a slow growing but aggressive neoplasm with remarkable capacity for recurrence. അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ. അതിന് അഗ്രസീവ് നിയോപ്ലാസം ആണ്, അതിന് റിക്കറൻസ് ഭയങ്കര കപ്പാസിറ്റി ഉണ്ട് അല്ലെ. റിക്കറൻസ് ചാൻസ് ഭയങ്കര കൂടുതലായിട്ടുള്ള ഒരു ട്യൂമർ ആണ് നമ്മുടെ അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമ. ആൻഡ് ഇറ്റ് ഇസ് ദി 5th മോസ്റ്റ് കോമൺ മാലിഗ്നന്റ് എപ്പിത്തീലിയൽ ട്യൂമർ ഓഫ് ദി സലൈവറി ഗ്ലാൻഡ്. അപ്പൊ മോസ്റ്റ് കോമൺ മാലിഗ്നന്റ് എപ്പിത്തീലിയൽ സലൈവറി ഗ്ലാൻഡ് ട്യൂമർ ഏതാണ്? most common malignant tumor of the salivary gland ഏതാണ്? It is mucoepidermoid carcinoma. അതിൽ 5th 5ാമത്തെ സ്ഥാനത്തേ ഉള്ളൂ നമ്മുടെ അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇറ്റ്സ് എ വെരി അഗ്രസീവ് ആൻഡ് ഹൈലി റിക്കറന്റ് ട്യൂമർ ആണ് അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമ. അപ്പൊ അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമയുടെ ഫീച്ചേഴ്സ്, നമ്മൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓർക്കണം. ലോക്കൽ പെയിൻ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പെരിന്യൂറൽ ഇൻവേഷൻ. അവരുടെ സ്പ്രെഡ് എപ്പോഴും പെരിന്യൂറൽ, അതായത് ന്യൂറോൺസിന്റെ ഇടയ്ക്കൂടി, ന്യൂറോൺസിന്റെ സൈഡിൽ കൂടിയാണ് അവർ എന്ത് ചെയ്യുന്നത്? സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ. പെരിന്യൂറൽ ഇൻവേഷൻ ആണ്. ന്യൂറോൺസിന് ചുറ്റും അല്ലെ ന്യൂറോൺസിന്റെ പാത്തിൽ കൂടിയൊക്കെയാണ് അവർ ഇൻവേഡ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് പെയിൻ ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ കേസസിലും പ്രൈമറി സിംറ്റം എന്തായിരിക്കും? പെയിൻ ആയിരിക്കും അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമയുടെ. അതായത് നമ്മുടെ ന്യൂറോൺസിനെ എഫക്ട് ആവില്ല. കണ്ടേ, യൂഷ്വലി ഒരു സ്വെല്ലിംഗ് ആയിട്ടാണ് അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമ കാണുന്നത്. ഇതൊരു സബ് മാൻഡിബുലാർ ഗ്ലാൻഡിന് അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമയാണ് കണ്ട വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഒരു സാധാരണ ട്യൂമർ അല്ലേ. അങ്ങനെയാണ് യൂഷ്വലി കാണാറ് കേട്ടോ. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ അതിന്റെ ഹിസ്റ്റോപത്തോളജി ഒന്ന് നോക്കാം. ഹിസ്റ്റോപത്തോളജി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഹിസ്റ്റോപത്തോളജി വന്നിട്ട് ഏത് ട്യൂമർ ആണെന്ന് ചോദിക്കാം കേട്ടോ. ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോപത്തോളജി ഉള്ള ട്യൂമറാണ് അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമ. അതിൽ നമ്മൾ കാണുന്നത് മയോഎപ്പിത്തീലിയൽ സെൽസ് ആൻഡ് ഡക്റ്റൽ സെൽസ്
അവര് പ്രോളിഫറേറ്റ് ചെയ്ത് പല ടൈപ്സ് ഉണ്ട്. മെയിനായിട്ടും 3 ടൈപ്സ് ഓഫ് പാറ്റേൺ ആണ് ഇത് കാണിക്കുന്നത്. ഫസ്റ്റ് വൺ ക്രിബ്രിഫോം, സെക്കൻഡ് വൺ ട്യൂബുലാർ, തേർഡ് വൺ സോളിഡ്. അങ്ങനെ മെയിനായിട്ട് 3 പാറ്റേൺ ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതിൽ മോസ്റ്റ് കോമൺ ആൻഡ് മോസ്റ്റ് ക്ലാസിക് പാറ്റേൺ എന്ന് പറയുന്നത് ക്രിബ്രിഫോം പാറ്റേൺ ആണ്. ക്രിബ്രിഫോം അല്ലെങ്കിൽ സ്വിസ് ചീസ് പാറ്റേൺ എന്ന് നമ്മൾ പറയും. അതായത് ബേസ്ലോയിഡ് സെൽസ് നെസ്റ്റുകൾ ഉണ്ടാക്കുക, എന്നിട്ട് ഫോം എ മൾട്ടിപ്പിൾ സിലിണ്ടറിക്കൽ സിസ്റ്റ് ലൈക്ക് പാറ്റേൺസ്. ഓക്കെ, മൾട്ടിപ്പിൾ സിലിണ്ടറിക്കൽ സിസ്റ്റ് ലൈക്ക് പാറ്റേൺ ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വിസ് ചീസ്. കണ്ടോ, സ്വിസ് ചീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ ഹോൾസ് ഉള്ള ചീസ് അല്ലേ? അപ്പൊ ക്രിബ്രിഫോം പാറ്റേൺ എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ പാറ്റേൺ അതാണ്. കണ്ടോ, മൾട്ടിപ്പിൾ സിലിണ്ടറിക്കൽ സിസ്റ്റ് ലൈക്ക് പാറ്റേൺ. സോളിനകത്ത് കുറെ ഹോൾസ് വരുന്ന പോലത്തെ പാറ്റേൺ, ഇതിനെയാണ് നമ്മൾ ക്രിബ്രിഫോം അല്ലെങ്കിൽ സ്വിസ് ചീസ് പാറ്റേൺ എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഏതാണ്? നമ്മുടെ അഡ്നോസിസ്റ്റിക് കാർസിനോമ. ആൻഡ് നെക്സ്റ്റ് ട്യൂബുലാർ പാറ്റേൺ, അതായത് ട്യൂബുലാർ സ്ട്രക്ചർ ലൈൻഡ് ബൈ ബേസ്ലോഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണെങ്കിൽ നമ്മൾ അതിനെ ട്യൂബുലാർ പാറ്റേൺ എന്ന് പറയും. അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് സോളിഡ് അല്ലെങ്കിൽ ബേസ്ലോയിഡ് പാറ്റേൺ, അതായത് സോളിഡ് ഗ്രൂപ്പ്. കണ്ടില്ലേ, ഗ്രൂപ്പ്സ് ഓഫ് ഷീറ്റ്സ് ഓഫ് സെൽസ് ഒക്കെ ഇങ്ങനെ പ്രോളിഫറേറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിഡ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് ലീസ്റ്റ് കോമൺ ആണ് ആൻഡ് ഇറ്റ്സ് ഹൈ ഗ്രേഡ് ലീഷൻ. നമ്മൾ ബാക്കി 3 പാറ്റേൺസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബേസ്ലോയിഡ് ഫോംസ് ഹൈ ഗ്രേഡ് ആണ്. മോസ്റ്റ് കോമൺ പാറ്റേൺ ഏതാണ്? ഇറ്റ് ഇസ് ക്രിബ്രിഫോം പാറ്റേൺ. അപ്പൊ ഈ പിക്ചർ എന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, ഇത് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയതുകൊണ്ട് ഇത് ഏത് ട്യൂമർ ആണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ ക്രിബ്രിഫോം പാറ്റേൺ അല്ലെങ്കിൽ സ്വിസ് ചീസ് പാറ്റേൺ കാണുന്ന ട്യൂമർ ഏതാണ്? സലൈവറി ഗ്ലാൻഡ് ട്യൂമർ ഏതാണ്? ഇറ്റ് ഇസ് അഡ്നോസിസ്റ്റിക് കാർസിനോമ. ഓക്കെ, വേറെ ട്യൂമറിലും കാണുന്നുണ്ട്, എന്നാലും ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് കാണുന്നത് ഈ ട്യൂമറിലാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6, ഫ്ലോട്ടിംഗ് ടൂത്ത് സിൻഡ്രോം അപ്പിയറൻസ് സീൻ ഇൻ. ഇതും നമ്മുടെ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫ്ലോട്ടിംഗ് ടൂത്ത് സിൻഡ്രോം അതേതാണ്? ഫൈബ്രസ് ഡിസ്പ്ലാസിയ, ചെറൂബിസം, വാനിഷിംഗ് ബോൺ, നൺ ഓഫ് ദി അബോവ്. ഇതിനകത്ത് ഏതാണ് ആൻസർ? ആൻസർ ഈസ് ചെറൂബിസം. ഓക്കെ, ഈ വാനിഷിംഗ് ബോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാനിഷിംഗ് ബോണിന് വേറൊരു പേരാണ് മാസീവ് ഒസ്റ്റിയോലൈറ്റിസ്, ഗോർഹാം സിൻഡ്രോം എന്ന് പറയും കേട്ടോ. ഗോർഹാം സിൻഡ്രോം എന്ന് പറഞ്ഞാൽ വാനിഷിംഗ് ബോൺ ആണ്. അതായത് പേരിൽ തന്നെയുണ്ട്, ബോൺ മാസീവായിട്ട് ഒസ്റ്റിയോലൈസിസ് നടന്നിട്ട് ബോൺ പോകുന്ന ഡിസീസിനെയാണ് നമ്മൾ വാനിഷിംഗ് ബോൺ അല്ലെങ്കിൽ ഗോർഹാം സിൻഡ്രോം എന്ന് പറയുന്നത് കേട്ടോ. പ്രോഗ്രസീവ് റിസോർപ്ഷൻ ഓഫ് ദി ബോൺ ആൻഡ് പ്രോളിഫറേഷൻ ഓഫ് വാസ്കുലർ കണക്റ്റീവ് ടിഷ്യൂ. ടോട്ടൽ ഡിസപ്പിയറൻസ് ഓഫ് ദി അഫക്റ്റഡ് ബോൺ ആയിരിക്കും. അതിനാണ് നമ്മൾ മാസീവ് ഓസ്റ്റിയോലൈറ്റിസ് അല്ലെങ്കിൽ വാനിഷിംഗ് ബോൺ അല്ലെങ്കിൽ ഗോർഹാം സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ചെറൂബിസത്തിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം അല്ലെ. ചെറൂബിസത്തിന്റെ വേറെ പേരാണ് ഫെമിലിയൽ ഫൈബ്രസ് ഡിസ്പ്ലാസിയ. ഫൈബ്രസ് ഡിസ്പ്ലാസിയ എല്ലാവരും കേട്ടില്ലേ? ചെറൂബിസം കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും അതിന്റെ വേറെ പേരാണ് ഫെമിലിയൽ ഫൈബ്രസ് ഡിസ്പ്ലാസിയ. അതിൽ അഫക്റ്റ് ആവുന്ന ജീൻ ഏതാണ്? SH3BP2. SH3BP2 എന്ന് പറയുന്ന ജീൻ അഫക്റ്റ് ആവുന്ന കണ്ടീഷനാണ് ചെറൂബിസം. ഇറ്റ് ഈസ് എ ഫെമിലിയൽ കണ്ടീഷൻ, അതായത് ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അല്ലെ, ജീൻ അല്ലേ അഫക്റ്റഡ് ആവുന്നത്. ആൻഡ് അതിൽ എന്താണ് റിസൾട്ടന്റ് ആയിട്ട് സംഭവിക്കുന്നത്? ഇൻക്രീസ്ഡ് മെച്ചുറേഷൻ ഓഫ് ഓസ്റ്റിയോക്ലാസ്റ്റിസ്. ഓസ്റ്റിയോക്ലാസ്റ്റിന്റെ ആക്ടിവിറ്റി കൂടും, മാസൽസിന്റെ ആക്ടിവിറ്റി കുറയും. ഇത് രണ്ടുമാണ് അതിനകത്ത് സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിന്റെ ചെറൂബിസം എന്ന് പേര് വരാൻ കാരണം എന്താണ്? ഇറ്റ്സ് ഫേഷ്യൽ സിമിലാരിറ്റി ഓഫ് ദി അഫക്റ്റഡ് ചിൽഡ്രൻ ടു ദി പ്ലം ചീക്ഡ് ഏഞ്ചൽസ്. ചെറൂബ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഞ്ചലിന്റെ ഒരു റെഫറൻസ് ആണ് കേട്ടോ. അതായത് പണ്ടത്തെ പെയിന്റിങ്സിലൊക്കെ കാണുന്ന ഏഞ്ചൽസിന്റെ റെഫറൻസിനാണ് ചെറൂബ്സ് എന്ന് പറയുന്നത്. കണ്ടോ, അവര് ഐ ടു ഹെവൻ അപ്പിയറൻസ് എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതാണ് ചെറൂബ്സ്. നല്ല തുടുത്ത കവിളൊക്കെയുള്ള, കണ്ണൊക്കെ മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്ന ഒരു ഏഞ്ചൽ പോലത്തെ സംഭവം. അതിനെയാണ് നമ്മൾ ചെറൂബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ചെറൂബിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ എന്താണ്? ഇത് ഡിസീസ് ഓഫ് ചിൽഡ്രൻ ആണല്ലേ. ഒരു 3 years വരെ ആയിട്ടായിരിക്കും, 14 months to 3 years ആയിരിക്കും നമ്മൾ ചെറൂബിസം കാണുന്നത്. പെയിൻലെസ് ബൈലാറ്ററൽ സിമെട്രിക്കൽ എൻലാർജ്മെന്റ് ഓഫ് മാക്സില ആൻഡ് മാൻഡിബിൾ. സിമെട്രിക്കൽ ബൈലാറ്ററൽ എൻലാർജ്മെന്റ് ഓഫ് മാക്സില ആൻഡ് മാൻഡിബിൾ ആണ് ക്യാരക്ടറിസ്റ്റിക് പ്രസന്റേഷൻ. 3 വയസ്സ് വരെ ഇതിങ്ങനെ എൻലാർജ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഐ ടു ഹെവൻ അപ്പിയറൻസ്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ. ഈ പേഷ്യന്റിന് നമ്മൾ നോക്കുവാണെങ്കിൽ ഐ ടു ഹെവൻ അപ്പിയറൻസ് കണ്ടോ, അതായത് ക്ലിയർ കാണാം, താഴെ വൈറ്റ് ക്ലിയർ കാണുന്ന കണ്ടീഷനാണ് നമ്മൾ ഐ ടു ഹെവൻ അപ്പിയറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ബോൺ എൻലാർജ്മെന്റ് മാത്രമല്ല, സെർവിക്കൽ ലിംഫഡിനോപ്പതിയും കാണും. അതുകൊണ്ട് ഒരു മൂൺ ഫേസ്, കറക്റ്റ് ഒരു മൂൺ ഫേസ് ആയിരിക്കും കാണാൻ. വലിയ ബിഗ് ഫേസ് അല്ലേ, നല്ല റൗണ്ടഡ് ആയിട്ടുള്ള അപ്പിയറൻസ്. അതുകൊണ്ടാണ് സിമെട്രിക്കൽ എൻലാർജ്മെന്റ് ഓഫ് മാക്സില ആൻഡ് മാൻഡിബിൾ. അത് ഒരു സൈഡിലല്ല, ബൈലാറ്ററൽ ആണ്. ആൻഡ് സെർവിക്കൽ ലിംഫഡിനോപ്പതിയും കൂടെ വന്നു കഴിയുമ്പോൾ പേഷ്യന്റിനെ കാണുമ്പോൾ നല്ല റൗണ്ട് ഫേസ് ആയിരിക്കും അല്ലേ. ആൻഡ് ഇറ്റ്സ് എ സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷൻ. ഒരു പ്യൂബർട്ടി ഒക്കെ ആകുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആവും. ഓക്കെ, ആൻഡ് റേഡിയോഗ്രാഫിക് ഫീച്ചർ ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ.
റേഡിയോഗ്രാഫിക് ഫീച്ചറിൽ എന്താണ് നമ്മൾ കാണുന്നത്? ബൈലാറ്ററൽ സിമെട്രിക്കൽ ഒക്കറൻസ് ഓഫ് മൾട്ടിലോക്കുലാർ റേഡിയോലൂസൻസീസ് വിത്ത് എക്സ്പാൻഷൻ ഓഫ് ദി ബോത്ത് ഷോസ്. മൾട്ടിലോക്കുലാർ റേഡിയോലൂസൻസി ആണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മൾ ഈ CBCT നോക്കുവാണെങ്കിൽ കണ്ടോ എത്ര ഡിസ്ട്രക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നും അല്ലേ? മൾട്ടിലോക്കുലാർ റേഡിയോലൂസൻസി വന്ന് ഭയങ്കരമായിട്ട് എൻലാർജ് ചെയ്തിരിക്കുന്നത് 2 ജോൾ. അതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് റേഡിയോഗ്രാഫിക് ഫൈൻഡിങ്. ആൻഡ് ഇതിനകത്ത് മൾട്ടിപ്പിൾ അൺഇറപ്റ്റഡ് ടൂത്ത്, ഇങ്ങനെ മൾട്ടിലോക്കുലർ റേഡിയോലൂസൻസികളുടെ ഇടയ്ക്ക് ഇങ്ങനെ ടൂത്തുകൾ കിടക്കുകയാണ് അല്ലേ? അതുകൊണ്ടാണ് അതിന് ഫ്ലോട്ടിംഗ് ടൂത്ത് ഒരു അപ്പിയറൻസ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ടൂത്ത് സിൻഡ്രോം അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ പറഞ്ഞു പ്യൂബർട്ടി ആകുമ്പോൾ തന്നെ റിസോൾവ് ആവുന്ന കണ്ടീഷനാണ്. ആ സമയത്ത് ഒരു ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് ആയിരിക്കും ബോണിനുണ്ടാവുക കേട്ടോ. ആൻഡ് ഹിസ്റ്റോപത്തോളജിക്കൽ ഫീച്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് മാത്രം ഓർത്തിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ പറഞ്ഞു ഇത് ഒസ്റ്റിയോക്ലാസ്റ്റ് ആണ്. ഒസ്റ്റിയോക്ലാസ്റ്റ് ആക്ടിവിറ്റി കൂടുന്നത് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് അല്ലേ? ഒസ്റ്റിയോക്ലാസ്റ്റ് എന്താണ്? ഇറ്റ് ഇസ് എ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ജൈന്റ് സെൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹിസ്റ്റോപത്തോളജി ഇഷ്ടം പോലെ ജൈന്റ് സെൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫൈൻഡിങ് ആണ് ഇയോസിനോഫിലിക് പെരിവാസ്കുലാർ കഫിംഗ്. അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിന് ചുറ്റും ഇയോസിനോഫിൽസിന്റെ കഫിങ് കാണാൻ പറ്റും. അതൊരു ക്യാരക്ടറിസ്റ്റിക് ഫൈൻഡിങ് ആണ് കേട്ടോ. അത് ചോദിക്കാം. ഇയോസിനോഫിലിക് പെരിവാസ്കുലാർ കഫിംഗ് ആണെന്ന കണ്ടീഷൻ ഏതാണ്? അത് ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഇയോസിനോഫിലിക് പെരിവാസ്കുലാർ കഫിംഗ് അത് അതിന്റെ ഹിസ്റ്റോപത്തോളജിക്കൽ ഫീച്ചർ ഓഫ് ചെറൂബിസം ആണ് കേട്ടോ. ആൻഡ് ഇത് അസോസിയേറ്റ് ചെയ്ത് വരുന്ന സിൻഡ്രോംസ് ഏതൊക്കെയാണ്? ന്യൂനൻ സിൻഡ്രോം, രാമൻ സിൻഡ്രോം ആൻഡ് ടൈപ്പ് 1 ന്യൂറോഫൈബ്രോമറ്റോസിസ്. രാമൻ സിൻഡ്രോം ആൻഡ് ന്യൂനൻ സിൻഡ്രോം ആൻഡ് ടൈപ്പ് 1 ന്യൂറോഫൈബ്രോമറ്റോസിസിൽ നമുക്ക് ചെറൂബിസം ലൈക്ക് ഫീച്ചേഴ്സ്, ചെറൂബിസം അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി ഞാൻ ഫൈബ്രസ് ഡിസ്പ്ലാസിയയിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫൈബ്രസ് ഡിസ്പ്ലാസിയ എന്ന് പറഞ്ഞ ഒരു നോൺ ഹെറിഡിറ്ററി ഡെവലപ്മെന്റൽ അനോമലി ആണ്. ഇറ്റ്സ് ഡ്യൂ ടു ഡിഫക്റ്റ് ഇൻ ദി ഓസ്റ്റിയോബ്ലാസ്റ്റിക് ഡിഫറൻസിയേഷൻ ആൻഡ് മെച്ചുറേഷൻ. ഓസ്റ്റിയോബ്ലാസ്റ്റിക് ഡിഫറൻസിയേഷനും മെച്ചുറേഷനും ഉണ്ടാകുന്ന ഡിഫക്റ്റ് കൊണ്ടാണ് നമ്മുടെ ഫൈബ്രസ് ഡിസ്പ്ലാസിയ ഉള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു MCQ ഡിസ്കഷൻ അല്ലേ. നമുക്ക് ഫർദർ ക്ലാസ്സുകളിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആൻഡ് എന്തുകൊണ്ടാണ് ഫൈബ്രസ് ഡിസ്പ്ലാസിയ ഉണ്ടാകുന്നത്? GNAS1 ജീനിന്റെ മ്യൂട്ടേഷൻ കൊണ്ടാണ് ഫൈബ്രസ് ഡിസ്പ്ലാസിയ ഉണ്ടാകുന്നത്. ആൻഡ് അതിന്റെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന സിൻഡ്രോംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫൈബ്രസ് ഡിസ്പ്ലാസിയ 2 ടൈപ്പ് ഉണ്ട് അല്ലെ? പോളിയോസ്റ്റോട്ടിക് ഫൈബ്രസ് ഡിസ്പ്ലാസിയ ആൻഡ് മോണോസ്റ്റോട്ടിക്. അപ്പൊ പോളിയോസ്റ്റോട്ടിക് ഫൈബ്രസ് ഡിസ്പ്ലാസിയയിൽ മൾട്ടിപ്പിൾ ബോൺ അഫക്റ്റഡ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ബോണിനെ അഫക്ട് ചെയ്യുന്ന കണ്ടീഷനാണ്. മൾട്ടിപ്പിൾ ബോൺസ് അഫക്ട് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിയോസ്റ്റോട്ടിക് എന്ന് പറയുന്നത്. അപ്പൊ പോളിയോസ്റ്റോട്ടിക് ഫൈബ്രസ് ഡിസ്പ്ലാസിയ അസോസിയേറ്റ് ചെയ്ത് വരുന്ന വേറെ കുറച്ച് സിൻഡ്രോംസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ മെക്യൂനെ ആൽബ്രൈറ്റ് സിൻഡ്രോം. മെക്യൂനെ ആൽബ്രൈറ്റ് സിൻഡ്രോമിനകത്ത് എന്തൊക്കെയാണ് കാണുന്നത്? ബോൺ ഡിഫക്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫൈബ്രസ് ഡിസ്പ്ലാസിയ ആണ് കേട്ടോ. ദെൻ വേരിയസ് എൻഡോക്രൈൻ അനോമലീസ് ആൻഡ് കെഫ്യൂലൈറ്റ് പിഗ്മെന്റേഷൻ. കെഫ്യൂലൈറ്റ് പിഗ്മെന്റേഷൻ കണ്ടോ? ഇതാണ് കെഫ്യൂലൈറ്റ് പിഗ്മെന്റേഷൻ. കെഫ്യൂലൈറ്റ് പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ കോഫീൻ മിൽക്ക് അപ്പിയറൻസ് ഉള്ള പിഗ്മെന്റേഷൻ. കെഫ്യൂലൈറ്റ് പിഗ്മെന്റേഷൻ കാണുന്നത് നമ്മുടെ ഫൈബ്രസ് ഡിസ്പ്ലാസിയയിൽ മാത്രമാണോ? അല്ല. കെഫ്യൂലൈറ്റ് പിഗ്മെന്റേഷൻ കാണുന്ന വേറൊരു കണ്ടീഷൻ ഉണ്ട്, ന്യൂറോഫൈബ്രോമറ്റോസിസ്. ന്യൂറോഫൈബ്രോമറ്റോസിസിലും കെഫ്യൂലൈറ്റ് പിഗ്മെന്റേഷൻ കാണുന്നുണ്ട്. ഇപ്പൊ ന്യൂറോഫൈബ്രോമറ്റോസിലും കെഫ്യൂലൈറ്റ് പിഗ്മെന്റേഷൻ കാണും. പക്ഷെ ഈ 2 പിഗ്മെന്റേഷനും ഡിഫറെന്റ് ആണ് അല്ലേ? നമ്മൾ ക്ലാസ്സിൽ വിശദമായിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ജഫേസ് ടൈപ്പ്. ഇതും ഫൈബ്രസ് ഡിസ്പ്ലാസിയ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു സിൻഡ്രോം ആണ്. ഫൈബ്രസ് ഡിസ്പ്ലാസിയ പ്ലസ് കെഫ്യൂലൈറ്റ് സ്പോട്സ് മാത്രമാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ജഫേസ് ടൈപ്പ് എന്ന് പറയും. ഓക്കെ, ഇനിയിപ്പം മെക്യൂനെ ആൽബ്രൈറ്റ് സിൻഡ്രോത്തിൽ നമ്മൾ ഫൈബ്രസ് ഡിസ്പ്ലാസിയ ഉണ്ടാവും, എൻഡോക്രൈൻ അബ്നോർമാലിറ്റീസ് ലൈക്ക് പെക്കേഷ്യസ് പ്യൂബർട്ടി ഉണ്ടാവും, ആൻഡ് കെഫ്യൂലൈറ്റ് പിഗ്മെന്റേഷൻ ഉണ്ടാവും. ഇതിനകത്ത് ഈ എൻഡോക്രൈൻ ഡിഫക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ജഫേസ് ടൈപ്പ് എന്ന് പറയും. ഇനി എൻഡോക്രൈനിന് പകരം അവിടെ മൾട്ടിപ്പിൾ ഇൻട്രാമസ്കുലാർ മിക്സോമാസ് ആണ് കാണുന്നത്. ഈ കണ്ടോ, മസിൽസിനകത്ത് മിക്സോമാസ്. അപ്പൊ ഇൻട്രാമസ്കുലാർ മിക്സോമാസ് ആണ് കാണുന്നതെങ്കിൽ നമ്മൾ അതിനെ മസബ്രോഡ് സിൻഡ്രോം എന്ന് പറയും. അതായത് പോളിയോസ്റ്റോട്ടിക് ഫൈബ്രസ് ഡിസ്പ്ലാസിയ പ്ലസ് ഇൻട്രാമസ്കുലാർ മിക്സോമാസ്, അതിനെയാണ് നമ്മൾ മസബ്രോഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. മസബ്രോഡ് സിൻഡ്രോം ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ കൂടുതലാണ്. 8% ഓഫ് ദ കേസിലും മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ നടക്കും. മെക്യൂനെ ആൽബ്രൈറ്റ് സിൻഡ്രോം ആണെങ്കിൽ ഒരു 4% ഓഫ് കേസസിൽ മാത്രമേ മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഐഡന്റിഫൈ ദി പത്തോളജി. ഇത് ഇനി ഇങ്ങനെ ചോദിക്കാം, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിനകത്ത് ഐഡന്റിഫൈ ദി പത്തോളജി. ഇതിനകത്ത് ഇത് ഏത് പത്തോളജിയാണ്? ഒരു ടൂത്ത്, 2 ടൂത്തുകൾ തമ്മിൽ നമ്മുടെ റൂട്ടിന്റെ സ്ഥാനത്ത് ഒരു യൂണിയൻ അല്ലെ?
ഫുള്ളി ഇറപ്റ്റഡ്, ക്രൗണിലൊന്നും ഡിഫക്റ്റ് ഒന്നും കാണുന്നില്ല, നല്ല റൂട്ടുകൾ. പക്ഷെ ആ റൂട്ടിന്റെ സ്ഥലത്ത് അതിനിടയ്ക്ക് ആൽവിയോളർ ബോൺ ഒക്കെ കാണുന്നുണ്ട്. ഫുള്ളി ഫോംഡ് ടൂത്ത് ആണ്. അതിന്റെ റൂട്ടിന് നടുക്കൊരു യൂണിയൻ. ഐഡന്റിഫൈ ദ പത്തോളജി. ഏതാണ്? ജെമിനേഷൻ ആണോ, ഫ്യൂഷൻ ആണോ, ട്വിന്നിങ് ആണോ, കൺട്രസൻസ് ആണോ എന്ന് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അപ്പൊ ഇതിന്റെ ആൻസർ കൺട്രസൻസ്. അപ്പൊ ഇത് ഓരോന്നും എന്താന്ന് അറിഞ്ഞാലും നമുക്ക് ഈ ഇമേജ് കണ്ട നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അറിയെങ്കിലേ കണ്ടാൽ മനസ്സിലാവുള്ളൂ അല്ലേ? അപ്പൊ ഇതൊക്കെ എന്താ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഡെവലപ്മെന്റൽ ഡിഫക്ട്സ് അഫക്റ്റിംഗ് ദി ഷേപ്പ് ഓഫ് ദി ടൂത്ത് ആണ് അല്ലേ? ഫസ്റ്റ് വൺ ജെമിനേഷൻ. ജെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ ടൂത്ത് ചെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടക്കുന്നു. അതിനായി റിസൾട്ടന്റ് ആയിട്ടുണ്ടാവുന്ന സ്ട്രക്ചറാണ് റിസൾട്ടന്റ് ടൂത്തിനുണ്ടാകുന്ന അനോമലി. അതിനാണ് നമ്മൾ ജെമിനേഷൻ എന്ന് പറയുന്നത്. അനോമലി വിച്ച് അറൈസസ് ഫ്രം ആൻ അറ്റംപ്റ്റ് അറ്റ് ഡിവിഷൻ ഓഫ് എ സിംഗിൾ ടൂത്ത് ചെയിൻ ബൈ ആൻ ഇൻവാജിനേഷൻ വിത്ത് റിസൾട്ടന്റ് ഇൻകംപ്ലീറ്റ് ഫോർമേഷൻ ഓഫ് ടു ടീത്ത്. അത് രണ്ട് ടീത്ത് ഉണ്ടായതും ഇല്ല, പക്ഷെ കുറച്ച് ഭാഗം ഉണ്ടായ പോലെയും ഉണ്ട്. അതിനെയാണ് നമ്മൾ ജെമിനേഷൻ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ടൂത്ത് ബഡ് ഡിവൈഡ് ചെയ്തു, ഇൻവാജിനേഷൻ നടന്നു, എന്നിട്ട് അത് റിസൾട്ടന്റ് ആയിട്ട് ഒരു ടൂത്ത് വിത്ത് ഒരു സിംഗിൾ റൂട്ട് സ്ട്രക്ചറും രണ്ട് ക്രൗണും പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നു. അപ്പൊ ജെമിനേഷൻ നമ്മുടെ ആർച്ചിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടൂത്ത്, അതായത് നമ്മുടെ ഒരു ആർച്ചിൽ 8 ടൂത്ത് ഉണ്ടല്ലേ? അപ്പൊ നമ്മൾ എണ്ണി നോക്കുവാണെങ്കിൽ ആ ആർച്ചിൽ 8 ടൂത്ത് തന്നെ കാണും. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ജെമിനേഷൻ നടന്നു, ടൂത്ത് ബഡ് രണ്ടായി, എക്സ്ട്രാ ഒരു ടൂത്ത് ഉണ്ടാവുന്ന കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ട്വിന്നിങ്. അതായത് പ്രൊഡക്ഷൻ ഓഫ് ഈക്വാലന്റ് സ്ട്രക്ചർ ബൈ ഡിവിഷൻ റിസൾട്ടിങ് ഇൻ വൺ നോർമൽ ആൻഡ് വൺ സൂപ്പർ ന്യൂമററി ടൂത്ത്. അതിനെയാണ് നമ്മൾ ട്വിന്നിങ് എന്ന് പറയുന്നത്. അപ്പൊ ട്വിന്നിങ് ഈ ജെമിനേഷൻ നടന്നു എന്നറിയാൻ വേണ്ടി നമ്മൾ അത് കറക്റ്റ് ആയിട്ട് വേറൊരു കണ്ടീഷനും കൂടിയുണ്ട്, ഫ്യൂഷൻ. ഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? യൂണിയൻ ഓഫ് ടു നോർമലി സെപ്പറേറ്റഡ് ടൂത്ത് ചെയിൻ. രണ്ട് നോർമലി സെപ്പറേറ്റഡ് ടൂത്ത് ചെയിൻ ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റ ടൂത്ത് ആയിട്ട് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനെല്ലാം നമ്മൾ എങ്ങനെ നമ്മൾ ഇത് ജെമിനേഷൻ ആണോ, ഫ്യൂഷൻ ആണോ, ട്വിന്നിങ് ആണോ എന്നൊക്കെ നമ്മൾ എങ്ങനെ അറിയും? ഇപ്പൊ നമ്മൾ ടോട്ടൽ ടൂത്ത് എണ്ണി നോക്കുക അല്ലെ? ഒരു ആർച്ചില് ഒരു ക്വാഡ്രന്റിൽ 8 ടൂത്ത് അല്ലേ കാണാൻ പറ്റുള്ളൂ. ജെമിനേഷൻ ആണെങ്കിൽ 8 ടൂത്ത് ഉണ്ടായിരിക്കും. എന്നിട്ട് അതിൽ ഒരു ടൂത്തിന്റെ ക്രൗണിന് ഇങ്ങനെ ഒരു സെക്ഷനോ, അതായത് പാർട്ടീഷനോ, അല്ലെങ്കിൽ ഇപ്പൊ ട്വിന്നിങ് ആണ് അവിടെ നടന്നതെങ്കിൽ അവിടെ 9 ടൂത്ത് ഉണ്ടാവും അല്ലെ? എക്സ്ട്രാ ഒരു ടൂത്ത് വന്നു. അതായത് കണ്ടോ, ഇവിടെ നമ്മൾക്ക് ഫുള്ളായിട്ട് ഒരു ടൂത്ത് രണ്ടാമത് ഉണ്ടായി. അതിനാണ് നമ്മൾ ട്വിന്നിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഫ്യൂഷൻ ആണോ നമ്മൾ അങ്ങനെ അറിയും? ഫ്യൂഷൻ ആണെങ്കിൽ ടൂത്ത് കുറച്ച് വലുതായിരിക്കും, നോർമലിനേക്കാളും കുറച്ച് വലുതായിരിക്കും, ആൻഡ് ആർച്ചിൽ ഒരു ടൂത്തിന്റെ എണ്ണം ഒന്ന് കുറവായിരിക്കും അല്ലെ? ഒരു ക്വാഡ്രന്റിൽ അപ്പം 7 ടൂത്തേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ട്വിന്നിങ്ങിനെയും ജെമിനേഷനെയും ഫ്യൂഷനെയും നമ്മൾ തിരിച്ചറിയുന്നത്. ഇനിയിപ്പം ഫ്യൂഷൻ ബിറ്റ്വീൻ എ നോർമൽ ടൂത്ത് ആൻഡ് സൂപ്പർ ന്യൂമററി ആണ്. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫ്യൂഷൻ ആൻഡ് ജെമിനേഷൻ. ഒരു സൂപ്പർ ന്യൂമററി ആയിട്ടാണ് നമ്മുടെ ടൂത്ത് ഫ്യൂഷൻ നടക്കുന്നതെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും തിരിച്ചറിയാം. ഓക്കെ, ഇനി കൺട്രസൻസ്, അതാണ് നമ്മൾ കണ്ടത്. ഇറ്റ്സ് എ ഫോം ഓഫ് ഫ്യൂഷൻ വിച്ച് ഒക്കേഴ്സ് ആഫ്റ്റർ ദി റൂട്ട് ഫോർമേഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ്. റൂട്ട് ഫോർമേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്യൂഷൻ നടക്കുന്നതെങ്കിൽ, അതായത് റൂട്ടുകൾ തമ്മിൽ സിമെന്റം വഴി ഒരു അറ്റാച്ച്മെന്റ് നടക്കുന്നു. അതിനെയാണ് നമ്മൾ കൺട്രസൻസ് എന്ന് പറയുന്നത്. ഒറിജിനൽ ഫ്യൂഷൻ ആണെങ്കിൽ അവർ ഡെന്റിൻ വഴിയാണ് ഫ്യൂസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ കൺട്രസൻസിൽ ഫുൾ ടൂത്ത് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയി, എന്നിട്ട് അവർ ഫ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അവർക്ക് ഇടയ്ക്കുള്ള ഇന്റർഡെന്റൽ ബോൺ പ്രഷർ കൊണ്ടോ ക്രൗഡിങ് കൊണ്ടോ ഒക്കെ പോയിട്ട് അവർ തമ്മിൽ ഫ്യൂസ് ചെയ്തു. പക്ഷെ അത് സിമെന്റം വെച്ചിട്ടുള്ള ഒരു മിയർ ഫ്യൂഷൻ ആണ്. അതിനെയാണ് നമ്മൾ കൺട്രസൻസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു സെനേറിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനെയും ചോദിക്കാം. എ 45-year-old female patient present with white lace-like reticular striation on the buccal mucosa. She reports occasional burning sensation. A biopsy is taken and the histological image below is observed. ഇപ്പോൾ ഒരു പേഷ്യന്റ് വന്നു, 45-year-old ഫീമെയിൽ പേഷ്യന്റ് ആണ്. അവരുടെ വായ്ക്കകത്ത് വൈറ്റ് ലേസ് ലൈക്ക് റെറ്റിക്കുലാർ സ്ട്രേഷൻസ് കണ്ടു ആൻഡ് ബേണിംഗ് സെൻസേഷൻ ഉണ്ട്. പേഷ്യന്റിന് ബയോപ്സി എടുത്തു. അപ്പൊ നമുക്ക് കിട്ടിയ പിക്ചറാണിത്. ഇത് ഏത് ഡിസീസാണ്? ഇപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു എപ്പിത്തീലിയം കാണുന്നുണ്ട്, കണക്റ്റീവ് ടിഷ്യൂ കാണുന്നു അല്ലേ? ഒരു കണക്റ്റീവ് ടിഷ്യൂ കാണുന്നുണ്ട്, ഒരു എപ്പിത്തീലിയം കാണുന്നുണ്ട്. എപ്പിത്തീലിയത്തിൽ കുറച്ച് ഹൈപ്പർ കെരാറ്റോസിസ് കാണുന്നുണ്ട്, അക്കാന്തോസിസ് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സോ ടൂത്ത് ഒക്കെ പോലത്തെ ഒരു റീടൈപ്പ് എക്സ് കാണുന്നുണ്ട് അല്ലേ? അപ്പൊ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ ഏതാ ഡിസീസ് എന്ന്? ആൻഡ് ഇതുകൊണ്ട് നോക്കൂ, നിറയെ ഒരു ബാൻഡ് ലൈക്ക് ഇൻഫിൽട്രേഷൻ ഓഫ് ഇൻഫ്ലമേറ്ററി സെൽസ്, റൗണ്ട് സെൽസ് ആണ് നമ്മൾ കാണുന്നത്. യൂഷ്വലി അത് ലിംഫോസൈറ്റ്സ് ആവാനാണ് ചാൻസ്. ഓക്കെ,
അപ്പൊ ഇതേതായിരിക്കും ഇത്? ബേസ്ഡ് ഓൺ ദി ക്ലിനിക്കൽ ആൻഡ് ഹിസ്റ്റോളജിക്കൽ ഫൈൻഡിങ്, വാട്ട് ഈസ് ദ മോസ്റ്റ് ലൈക്ലി ഡയഗ്നോസിസ്? ഓറൽ ലൈക്കൻ പ്ലാനസ്, ലൂക്കോപ്ലാക്കിയ, കാൻഡിഡിയാസിസ് ആൻഡ് പെംഫിഗസ് വൾഗാരിസ്. ആൻസർ ഈസ് ഓറൽ ലൈക്കൻ പ്ലാനസ്. അപ്പൊ ഞാനിത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ലൈക്കൻ പ്ലാനസിന്റെയും പെംഫിഗസിന്റെയും ഹിസ്റ്റോപത്തോളജി മാത്രം ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ യൂഷ്വലി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതൊരു നോർമൽ നമ്മുടെ എപ്പിത്തീലിയം ആണ് അല്ലെ, ഇത് എപ്പിത്തീലിയം ആൻഡ് ദിസ് ഇസ് കണക്റ്റീവ് ടിഷ്യൂ. എപ്പിത്തീലിയത്തിന് താഴെ. അപ്പൊ എപ്പിത്തീലിയത്തിനെയും കണക്റ്റീവ് ടിഷ്യൂവിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മെംബ്രെയിൻ നമ്മൾ പറയുന്ന പേരാണ് ബേസ്മെന്റ് മെംബ്രെയിൻ അല്ലെ. നമ്മളിത് ഇവിടെ കാണുന്നുണ്ട് ബേസ്മെന്റ് മെംബ്രെയിൻ. ബേസ്മെന്റ് മെംബ്രെയിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന എപ്പിത്തീലിയത്തിലെ സെൽസ്, സ്റ്റോൾ കൊളുമിനാർ സെൽസ് ആണ് ബേസൽ സെൽസ് അല്ലെ. സ്ട്രേറ്റം ബേസയിലെ ബേസൽ സെൽസ്. പിന്നെ കാണുന്ന സെൽസ് ഒക്കെ കെരാറ്റിനോസൈറ്റ്സ് ആണ് അല്ലെ. കെരാറ്റിനോസൈറ്റ്സും കുറച്ച് നോൺ കെരാറ്റിനോസൈറ്റ്സും. കെരാറ്റിനോസൈറ്റ്സ് അത് എപ്പിത്തീലിയൽ സെൽസ് ആണ്. അവർ തമ്മിൽ ഇന്റർ സെല്ലുലാർ ബ്രിഡ്ജസ് ഉണ്ട് അല്ലേ. അതാണ് എപ്പിത്തീലിയൽ സെൽസിന്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. അവർ തമ്മിൽ ഇന്റർ സെല്ലുലാർ ബ്രിഡ്ജസ് ഉണ്ട്. രണ്ട് സെല്ലുകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബ്രിഡ്ജസ് ഉണ്ട്. ഈ സാധനം ഇതിനാണ് നമ്മൾ ഇന്റർ സെല്ലുലാർ ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. ഈ ഇന്റർ സെല്ലുലാർ ബ്രിഡ്ജസ് രണ്ട് എപ്പിത്തീലിയൽ സെൽസ് തമ്മിലാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഡെസ്മോസോംസ് എന്ന് പറയും അല്ലെ. ഡെസ്മോസോംസ് എന്ന് പറയും. ഓക്കെ, ഇനി ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ, അതിനകത്ത് ബേസൽ സെൽസ് ഒരു എപ്പിത്തീലിയൽ സെൽസ് ആണ്. ബേസൽ സെൽസിന്റെ ഒരു പോർഷൻ അറ്റാച്ച് ചെയ്ത് എങ്ങോട്ടാണ്? ബേസ്മെന്റ് മെംബ്രെയിനിലേക്കാണ് അല്ലെ. ബേസ്മെന്റ് മെംബ്രെയിനിലേക്കാണ്. ആൻഡ് ദിസ് സെൽസ് എന്താണ്? അവര് എപ്പിത്തീലിയൽ കെരാറ്റിനോസൈറ്റ്സ് അല്ലെ. അവർ കെരാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സെൽസ് കെരാറ്റിനോസൈറ്റ്സ്. അവർ തമ്മിലുള്ള കണക്ഷനെ നമ്മൾ ഡെസ്മോസോംസ് എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബേസൽ സെൽസും ബേസ്മെന്റ് മെംബ്രെയിനും തമ്മിലുള്ള കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെമി ഡെസ്മോസോം എന്ന് പറയും. ഹെമി പകുതി, ഡെസ്മോസോമിന്റെ പകുതി, അത് തന്നെ ഹെമി ഡെസ്മോസോം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക്. അപ്പൊ നമ്മൾ ഇപ്പൊ രണ്ട് കണ്ടീഷന്റെ ഹിസ്റ്റോപത്തോളജി നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? നമ്മുടെ ലൈക്കൻ പ്ലാനസ്. സെക്കൻഡ് വൺ നമ്മുടെ പെംഫിഗസ് വൾഗാരിസ്. ഇപ്പൊ ലൈക്കൻ പ്ലാനസിൽ എന്താണ് സംഭവിക്കുന്നത്? CD8 സെൽസ് ട്രിഗർ അപ്പോപ്റ്റോസിസ് ഓഫ് ദി ഓറൽ എപ്പിത്തീലിയൽ സെൽസ്. ഓറൽ എപ്പിത്തീലിയൽ സെൽസിനെ CD8 സെൽസ് വന്ന് കൊല്ലുന്ന കണ്ടീഷൻ, അതിനാണ് നമ്മൾ ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്നത്. പെംഫിഗസ് വൾഗാരിസിൽ എന്താണ് സംഭവിക്കുന്നത്? സർക്കുലേറ്റിംഗ് ഓട്ടോ ആന്റിബോഡീസ് ഡയറക്റ്റഡ് അഗൈൻസ്റ്റ് കെരാറ്റിനോസൈറ്റ് സെൽ സർഫസ്. അതായത് ഡെസ്മോസോംസിനെതിരെ, കെരാറ്റിനോസൈറ്റ് സെൽ സർഫസിലെ അതിന്റെ കണക്ഷൻസ് ആണ് അല്ലെ ഡെസ്മോസോംസിനെതിരെ വരുന്ന ഓട്ടോ ആന്റിബോഡീസ് വന്ന് കില്ല് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ പെംഫിഗസ് വൾഗാരിസ് എന്ന് പറയുന്നത്. പെംഫിഗസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ്, അതിനകത്ത് ഏറ്റവും കോമൺ ആണ് പെംഫിഗസ് വൾഗാരിസ്. അപ്പം പെംഫിഗസ് വൾഗാരിസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് അപ്പം ഹിസ്റ്റോപത്തോളജിയിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? നമുക്കിപ്പം അതിന്റെ പത്തോജൻസിസ് മനസ്സിലായി. ഇനി അതിന്റെ ഹിസ്റ്റോപത്തോളജിയിൽ എന്തൊക്കെ കാണാൻ പറ്റും നമുക്ക് നോക്കാം. ഇനി ഇപ്പൊ നമ്മൾ ലൈക്കൻ പ്ലാനസ് എടുക്കണം. അപ്പൊ ഇത് രണ്ടും ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള കണ്ടീഷനാണ്. നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ബോഡിയിലെ സെൽസിനെ നശിപ്പിക്കുന്ന കണ്ടീഷനാണ്, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ കാണും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലൈക്കൻ പ്ലാന്റ്സിൽ എന്തൊക്കെ കാണും? ഹൈപ്പർ കെരാറ്റോസിസ് കാണും അല്ലെ. ഇഷ്ടംപോലെ കെരാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യും. അക്കാന്തോസിസ്, അതെ സ്പൈനസ് ലെയർ കണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ സ്പൈനസ് ലെയറിലെ സെൽസിന്റെ എണ്ണം കൂടുന്നു. അക്കാന്തോസിസ്. ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ബേസൽ സെൽസ് ബൈ ലിക്വിഫാക്ഷൻ ഡീജനറേഷൻ. അതായത് ബേസൽ സെൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബേസ്മെന്റ് മെംബ്രെയിനിന്റെ മുകളിൽ ബേസൽ സെൽസ് ഉണ്ട്, അതിന്റെ മുകളിലാണ് പോളിഗണൽ സെൽസ് വരുന്നത് അല്ലെ. അപ്പൊ ഈ ബേസൽ സെൽസിന്റെ ഡിസ്ട്രക്ഷൻ എങ്ങനെയാണ്? CD8 സെൽസ് വരും അല്ലെ. CD8 ലിംഫോസൈറ്റ്സ് വന്നിട്ട് ഇതിന്റെ അപ്പോപ്റ്റോസിസ് ട്രിഗർ ചെയ്യുന്ന കണ്ടീഷൻ. വേറെ ഒരുപാട് പത്തോജനസിന്റെ കൺസെപ്റ്റുകൾ ഉണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും കോമൺ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കും? ബേസൽ സെൽസിന്റെ ഡീജനറേഷൻ. ബേസൽ സെൽസ് എല്ലാം ഇവിടെ നശിച്ചു പോയി. അടുത്ത ഫിഗറിൽ ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം. ആൻഡ് ബാൻ ലൈക്ക്, ഇത് ഏത് സെൽസ് വന്നിട്ടാണ് ബേസൽ സെൽസിനെ കില്ല് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ലിംഫോസൈറ്റ്സ്. അപ്പൊ ബാൻഡ് ലൈക്ക് ഇൻഫിൽട്രേഷൻ ഓഫ് ലിംഫോസൈറ്റ്സ് അല്ലെ. ഒരു ഇവിടെ കണ്ടോ ഒരു നീല കളർ, അതെല്ലാം ലിംഫോസൈറ്റ്സ് ആണ്. ലിംഫോസൈറ്റ്സിന്റെ ബാൻഡ് ലൈക്ക് സബ് എപ്പിത്തീലിയൽ ഇൻഫിൽട്രേഷൻ. ആൻഡ് ഈ ഡീജനറേറ്റിംഗ് ബേസൽ സെൽസ് ഉണ്ടാക്കുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ സിവറ്റ് ബോഡീസ്, ഹൈലിൻ ബോഡീസ്, സൈറ്റോയിഡ് ബോഡീസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഹൈലിൻ ബോഡി, സിവറ്റ് ബോഡി, ഹൈലിൻ കൊളോയിഡ്, സൈറ്റോയിഡ് ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഇറ്റ് ഇസ് സീൻ ഇൻ ലൈക്കൻ പ്ലാനസ്. അതെങ്ങനെയാണ് കാണുന്നത്? ഹോമോജീനിയസ് ഇയോസിനോഫിലിക് ഗ്ലോബ്യൂൾസ്. അത് യൂഷ്വലി ഇന്റർഫേസ് ബിറ്റ്വീൻ ദി എപ്പിത്തീലിയം ആൻഡ് ലാമിന പ്രോപ്രിയ. ലാമിന പ്രോപ്രിയ എന്ന് പറഞ്ഞാൽ കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂവിന് എപ്പിത്തീലിയത്തിന്റെ ഇന്റർഫേസിൽ കാണുന്ന
ഇയോസിനോഫിലിക് ഗ്ലോബ്യൂൾസിനെയാണ് നമ്മൾ സിവറ്റ് ബോഡീസ് അല്ലെങ്കിൽ ഹൈലിൻ ബോഡീസ്, സൈറ്റോയിഡ് ബോഡീസ് എന്ന് പറയുന്നത് ഇൻ ലൈക്കൻ പ്ലാന്റ്സ്. ഓക്കെ, അതെന്താണ് ആക്ച്വലി ദേ ആർ ഡീജനറേറ്റിംഗ് ബേസൽ സെൽസ്. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നത്? അപ്പം ബേസൽ സെൽസ് അവിടെ നശിച്ചു പോയി. So there is a weakening of the epithelial connective tissue interface. Epithelial connective tissue interface weakening വന്നു. അങ്ങനെ ചെറിയൊരു സ്പ്ലിറ്റ് ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടാവുന്ന ഹിസ്റ്റോളജിക്കൽ ക്ലെഫ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് മാക്സ് ജോസഫ് സ്പേസസ്. ഓക്കെ, കണ്ടോ, ഇത് ലൈക്കൻ പ്ലാന്റ്സ് ആണ്. അതിനകത്ത് നമ്മൾ എന്തൊക്കെ കാണും? ലൈക്കൻ പ്ലാന്റ്സിൽ എന്താണ് സംഭവിക്കുന്നത്? CD8 ലിംഫോസൈറ്റ്സ് വരുന്നു. നമ്മുടെ ബേസൽ സെൽ കണ്ടോ, ബേസൽ സെൽ ഒന്നും ഇല്ല. യൂഷ്വലി ഒരു എപ്പിത്തീലിയത്തിന് ഇങ്ങനെ ബേസ്മെന്റ് മെംബ്രെയിൻ കാണണം, അതിന്റെ മുകളിൽ ഇങ്ങനെ ബേസൽ സെൽസ് കാണണം, ഇതിന്റെ മുകളിൽ ഇങ്ങനെ സെൽസ് കാണണം അല്ലെ? അപ്പം ഇതിന് അതൊന്നും ഇല്ല. അതെല്ലാം നമ്മുടെ CD8 സെൽസ് വന്നു. CD8 സെൽസ് വരുന്നു. അങ്ങനെ ബേസൽ സെൽ ഡീജനറേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു ചെറിയ ക്ലെഫ്റ്റ്, ആ എപ്പിത്തീലിയവും കണക്റ്റീവ് ടിഷ്യൂവും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് പോയി. അങ്ങനെ വരുന്ന സാധനമാണ് മാക്സ് ജോസഫ് സ്പേസ് വന്നു. ആൻഡ് ഇവിടെ ചെറിയ ഗ്ലോബ്യൂൾസ് പോലത്തെ സാധനങ്ങൾ നമുക്ക് കാണാം, ഇയോസിനോഫിലിക്സ്. അതിന് നമ്മൾ സിവറ്റ് ബോഡീസ് അല്ലെ ഹൈലിൻ ബോഡീസ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി എന്താണ്? അത് ഡീജനറേറ്റിംഗ് ബേസൽ സെൽസ്. ആൻഡ് ലൈക്കൻ പ്ലാന്റ്സ് നിറയെ നമ്മുടെ ലിംഫോസൈറ്റിക് ഇൻഫിൽട്രേഷൻ കണ്ടോ, ഒരു ബാൻഡ് ആയിട്ട് ലിംഫോസൈറ്റിക് ഇൻഫിൽട്രേഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അല്ലെ? ആൻഡ് സോ ഈ ഡീജനറേറ്റിംഗ് ബേസൽ സെൽസ് കൊണ്ട് ഇതിന്റെ ഓറിയന്റേഷൻ ഒക്കെ പോയി ഒരു സോ ടു 3 ടൈപ്പ് എക്സ്. പിന്നെ ഇഷ്ടം പോലെ സ്പൈനസ് സെൽസ് വന്നു, എക്കാന്തോസിസ്. ഇതൊക്കെയാണ് നമ്മുടെ ലൈക്കൻ പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് പെംഫിഗസ് വൾഗാരിസിന്റെ ഫീച്ചേഴ്സ് നോക്കാം. അക്കാന്തോലൈസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ കെരാറ്റിനോസൈറ്റ്സിന്റെ ഡെസ്മോസോംസിലേക്ക് ഓട്ടോ ആന്റിബോഡീസ് വന്നു. അങ്ങനെ സെല്ലുകൾ തമ്മിലുള്ള കണക്ഷൻസ് പോയി അല്ലെ? രണ്ട് സെല്ലുകൾ തമ്മിലുള്ള കണക്ഷൻസ് പോയ ഇവരെ ഒരു പോളിഗണലാക്കി നിർത്തുന്നൊക്കെ കണക്ഷൻസ്. അപ്പൊ അവർ റൗണ്ട് ആയി പോകും അല്ലെ? അതിന് നമ്മൾ പറയുന്ന പേരാണ് അക്കാന്തോലൈസിസ്. ആൻഡ് അങ്ങനെ അക്കാന്തോലൈസിസ് സെല്ലുകൾ തമ്മിലുള്ള കണക്ഷൻ പോകുമ്പോൾ അവിടെ എന്ത് വരും? ആ എപ്പിത്തീലിയത്തിനകത്തൊരു ബ്ലിസ്റ്റർ വരും. അതിനാണ് ഇൻട്രാ എപ്പിത്തീലിയൽ ബ്ലിസ്റ്റർ. അതായത് ഈ ഡെസ്മോസോംസ് ഹെമി ഡെസ്മോസോംസിനെ അല്ല ഡെസ്മോസോംസിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പിത്തീലിയത്തിനുള്ളിലുള്ള സെൽസുകളുടെ കണക്ഷനാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇൻട്രാ എപ്പിത്തീലിയൽ ഒരു ബ്ലിസ്റ്റർ വരും. ആൻഡ് ബാക്കിയുള്ള ബേസൽ സെൽസ് ഹെമി ഡെസ്മോസോമിനെ അഫക്ട് ചെയ്താലേ ബേസൽ സെൽസ് ബേസ്മെന്റ് മെംബ്രെയിനിൽ നിന്ന് പോകുള്ളൂ അല്ലെ? ഇവിടെ ഡെസ്മോസോംസിനെയാണ് അഫക്ട് ചെയ്യുന്നത്. എപ്പിത്തീലിയൽ സെല്ലുകൾ തമ്മിലുള്ള കണക്ഷനാണ്. അപ്പം ബേസൽ സെൽസിൽ നിന്നൊക്കെ സെല്ലുകൾ മാറിപ്പോയി. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ബേസ്മെന്റ് മെംബ്രെയിനില് ബേസൽ സെൽസ് മാത്രം ഇങ്ങനെ നിൽക്കും. അതിന് നമ്മൾ ടോംസ്റ്റോൺ അപ്പിയറൻസ്, റോ ഓഫ് ടോംസ്റ്റോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് ഈ അതായത് ഈ കണക്ഷൻസ് നഷ്ടപ്പെട്ട എപ്പിത്തീലിയൽ സെൽസ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് കിടക്കും. അതിനെ നമ്മൾ എന്ത് പറയും? സാങ് സെൽസ്. അതാണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പെംഫിഗസ് വൾഗാരിസ്. കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ഇൻട്രാ എപ്പിത്തീലിയൽ ബ്ലിസ്റ്റർ വന്നു. ഇതിനകത്തൊക്കെ കണ്ടോ ചെറിയ ചെറിയ സെൽസ്, റൗണ്ട് സെൽസ് ആയിട്ട്, അത് കണക്ഷൻസ് ഒന്നും ഇല്ലാതെ കിടക്കുന്നത്. അങ്ങനത്തെ സെൽസിനെ നമ്മൾ എന്ത് പറയും? സാങ് സെൽസ് എന്ന് പറയും. ഓക്കെ, ഇൻട്രാ എപ്പിത്തീലിയൽ ബ്ലിസ്റ്റർ വന്നു. ആൻഡ് ഇത് കണ്ടോ, എപ്പിത്തീലിയൽ നമ്മുടെ ബേസ്മെന്റ് മെംബ്രെയിനിലേക്ക് ഇങ്ങനെ ബേസൽ സെൽസ് മാത്രം അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു. ഇതിനെ നമ്മൾ എന്ത് പറയും? ടോംസ്റ്റോൺസ് എന്താ പറയാ? മീസാങ്കൽ എന്നൊക്കെ പറയില്ലേ, ആ സംഭവം. അതായത് നമ്മൾ മരിച്ചവരുടെ സെമിത്തേരിൽ വെക്കുന്ന ഒറ്റ നേരെ നിൽക്കുന്ന കല്ല്, അതിനെയാണ് നമ്മൾ റോ ഓഫ് ടോംസ്റ്റോൺസ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ശരിക്കും എന്താണ്? ബേസൽ സെൽസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ പെംഫിഗസിന്റെയും ലൈക്കൻ പ്ലാന്റ്സിന്റെയും ഹിസ്റ്റോളജിക്കലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഞാൻ ഇനിയും നമുക്ക് MCQ ഡിസ്കഷൻ നടത്താട്ടോ. ഇപ്പൊ ഒരുപാട് സമയം ആയതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. അപ്പൊ നിങ്ങൾ ഓറൽ പത്തോളജിയുടെ വെയിറ്റേജ് മനസ്സിലാക്കുക, അത് പഠിക്കുക. അപ്പൊ താങ്ക് യു.